നമസ്കാരം. ഹോർത്തീസിൻ്റെ രണ്ടാമത്തെ ദിവസത്തെ ഉച്ചയ്ക്ക് ശേഷമുള്ള ഈ ചർച്ചയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മുഖ്യധാരാ ചരിത്രം അഥവാ ഈ ഡോമിനൻ്റ് അവൈലബിൾ ഹിസ്റ്ററി, ആ ഒരു ഹിസ്റ്ററിക്ക് ഒരുപാട് പരിമിതികളുണ്ട്. ആ പരിമിതികളെ മറികടക്കാനും അല്ലെങ്കിൽ അതിലൊരു സ്കോപ്പ് കണ്ടെത്താനും നമുക്ക് നോവലുകൾക്ക് സാധിക്കാറുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഈ മുഖ്യധാരാ ചരിത്രത്തിൻ്റെ ആ ഒരു ഡിസ്കോഴ്സിൻ്റെ കൗണ്ടർ ഡിസ്കോഴ്സായിട്ട് നമുക്ക് നോവലുകളെ കാണാൻ സാധിക്കുന്നതാണ്. തുടക്കം തന്നെ എനിക്ക് നിങ്ങളോട് അതാണ് ചോദിക്കാനുള്ളത്. എങ്ങനെയാണ് ഈ ഒരു ടോപ്പിക്കിനെ അല്ലെങ്കിൽ ഈ ഒരു ചരിത്രം നോവൽ എന്നുള്ള ഇതിൻ്റെ ഒരു ബാലൻസ് എവിടെയാണ് നമ്മൾ കണ്ടെത്തുക? എല്ലാവർക്കും നമസ്കാരം. എനിക്ക് ആദ്യമേ തോന്നുന്നത് നോവൽ ചരിത്രാഖ്യാനം ആകുമ്പോൾ എന്നുള്ള ആ ടോപ്പിക്ക് തന്നെ അപ്രസക്തമാണെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം എല്ലാ നോവലുകളും ഒരർത്ഥത്തിൽ ചരിത്രാഖ്യാനങ്ങൾ തന്നെയാണ്. പ്രത്യേകിച്ച് നമുക്കതിനെ അങ്ങനെ വിശേഷിപ്പിക്കേണ്ട കാര്യമില്ല. ചിലപ്പം ചരിത്ര നോവലുകൾ, സാമൂഹ്യ രാഷ്ട്രീയ നോവലുകൾ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ബ്രാൻഡിങ്ങിലാണ് ഈ ചരിത്രാഖ്യാനം എന്നുള്ള ചരിത്രാഖ്യായിക എന്നുള്ള ഇത് വരുന്നത്. പക്ഷേ അതിൻ്റെ ആവശ്യമില്ല. എല്ലാ നോവലുകളും അതത് കാലത്തിൻ്റെ ചരിത്രവും ഭൂമിശാസ്ത്രവും ഒക്കെ എഴുതി വെച്ചിട്ടുള്ള അടയാളപ്പെടുത്തിയിട്ടുള്ള ഫിക്ഷനുകളാണ്. ഞാൻ ഈ ജേർണലിസം കൂടെ ചെയ്യുന്നതുകൊണ്ട് പറയാറുണ്ട്, നമ്മൾ വർത്തമാനകാലത്തെ അതിൻ്റെ സംഭവ വികാസങ്ങളെ അതത് ദിവസം ആർക്കൈവ് ചെയ്യുന്നതാണ് ജേർണലിസം എന്ന് പറയും. വാർത്താ സംഭവങ്ങളെ വരും കാലത്തിന് വേണ്ടി ആർക്കൈവ് ചെയ്യുന്നതാണ് ചരിത്രം എന്ന് പറയും. പക്ഷേ ചരിത്രത്തെ എല്ലാ കാലത്തിനും വേണ്ടി ആർക്കൈവ് ചെയ്യുന്നതാണ് ഫിക്ഷൻ. അപ്പം നമ്മൾ 3300 വർഷം മുമ്പ് ഇറങ്ങിയ മഹാഭാരതം വായിച്ചിട്ടാണ് ആ കാലത്തിൻ്റെ, അതായത് ഒരു ഫിക്ഷൻ വായിച്ചിട്ടാണ് ആ കാലത്തിൻ്റെ ഒരു ഭൂമിശാസ്ത്രവും ചരിത്രവും ജനജീവിതവും ഒക്കെ മനസ്സിലാക്കുന്നത്. ആ കാലത്തിറങ്ങിയ ഏതെങ്കിലും ഒരു ചരിത്രം വായിച്ചിട്ട് അല്ല എന്ന് എനിക്ക് തോന്നുന്നു. അതുകൊണ്ട് എനിക്ക് ഈ പ്രാഥമികമായുള്ള ചോദ്യത്തിൻ്റെ ഉത്തരം പറയാനുള്ളത്, ചരിത്രത്തെക്കാട്ടിലും ബാക്കി എന്തിനേക്കാട്ടിലും വളരെ ഉയരത്തിൽ നിൽക്കുന്ന ഒന്നാണ് ഫിക്ഷൻ നോവൽ. അതുകൊണ്ട് ഒരു സർവകാലത്തേക്കും പ്രസക്തമായ ഒരു സംഗതിയാണ്, ഒരു ചരിത്രത്തിൻ്റെയും ഒക്കെ മുകളിൽ നിൽക്കുന്ന ഒരു സംഗതിയാണ് ഫിക്ഷൻ നോവൽ. എല്ലാവർക്കും നമസ്കാരം. ഈ രവിയേട്ടൻ പറഞ്ഞതിൻ്റെ ഒരു തുടർച്ചയായിട്ട് ഞാൻ പറയാം. നമ്മൾ ഇപ്പോൾ ഒരു നാട്ടിലൊരു സാധാരണക്കാരൻ മരിച്ചാൽ അയാൾ മരിച്ചു, അല്ലെങ്കിൽ പോയി കാസർഗോഡ് കാരനായതുകൊണ്ട് പോയി എന്ന് പറയും, അല്ലെങ്കിൽ ചത്തു, കുറച്ച് കൂടിയാൽ ചത്തു എന്നും പറയും. കാരണം നമ്മുടെ നാട്ടിൽ ചത്തവർക്ക് കൊടുക്കൽ എന്ന് പറഞ്ഞ ചടങ്ങുണ്ട്. മരിച്ചവർക്ക് പിന്നെ മരിച്ചവരുടെ വാർഷിക ദിവസം ചത്തവർക്ക് കൊടുക്കൽ എന്നാണ് പറയുക. അപ്പോൾ ഈ സാധാരണക്കാർക്ക് മരിച്ചാൽ മരിച്ചു, അല്ലെങ്കിൽ പോയി ചത്തു എന്ന് പറയുകയും പവറുള്ള ആളുകൾ മരിച്ചാൽ ചരിത്രമായി എന്നും പറയും. ഇപ്പോൾ വാജ്പേയി ചരിത്രമായി, LK അദ്വാനി ചരിത്രമായി. അദ്വാനി മരിച്ചില്ലേ? ഇല്ലല്ലോ സോറി ഒരാൾ മരിച്ചു കഴിഞ്ഞാലാണ്. പിന്നെ ഞാൻ പിൻവലിച്ചു. ഒരു മിനിറ്റ്. അപ്പോൾ ആ ചരിത്രമായി എന്ന് പറയുന്നത് ഈ പവർ ഗ്രൂപ്പുള്ള ആളുകൾ മരിക്കുമ്പോൾ മാത്രം അവർ ചരിത്രമാവുകയും സാധാരണക്കാർ മരിക്കുമ്പോൾ അവർ സാധാരണ മരിച്ചു എന്ന് പറയുകയും ചെയ്യുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ മുഖ്യധാര ചരിത്രമൊക്കെ തന്നെ വിജയിച്ചവരുടെ കഥകളാണ് എഴുതിയിട്ടുള്ളതും പറഞ്ഞു വെച്ചിട്ടുള്ളതും. അപ്പോൾ സാഹിത്യം ചെയ്യുന്ന പ്രധാനപ്പെട്ട ഒരു സാധനം അതൊരു ബദൽ ചരിത്രാഖ്യായികയായിട്ട് നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ മലയാള സാഹിത്യത്തിൻ്റെ ഒരു ചരിത്രം പരിശോധിച്ച് കഴിഞ്ഞാൽ ആദ്യകാല കൃതി, ഇപ്പോൾ CV രാമൻപിള്ളയുടെ മാർത്താണ്ഡവർമ്മയും പിന്നെ ധർമ്മരാജയിൽ നിന്ന് തുടങ്ങി ഇങ്ങോട്ട് വരുന്ന എല്ലാ കൃതികളിലും, ഇപ്പോഴും വായിക്കപ്പെടുന്ന കൃതികളിലൊക്കെ ഒരു ബദൽ ചരിത്രം കാണാൻ പറ്റും. ഇപ്പോൾ ഉറൂബിൻ്റെ സുന്ദരികളും സുന്ദരന്മാരും പിന്നെ ഖസാക്കിൻ്റെ ഇതിഹാസത്തിൽ പോലും അത്തരത്തിലുള്ളൊരു ചരിത്രം നമുക്ക് കണ്ടെത്താൻ പറ്റും. അത് മാറ്റി നിർത്തപ്പെട്ട മനുഷ്യൻ്റെ, ഒഴിവാക്കപ്പെട്ടവൻ്റെ, അല്ലെങ്കിൽ പിന്നെ അപമാനിക്കപ്പെട്ടവൻ്റെ കഥകളാണ് സാഹിത്യം എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് തന്നെയാണ് സാഹിത്യം ചെയ്യുന്ന പ്രധാനപ്പെട്ട പണിയും. ഇപ്പോൾ മരണവംശവും തെറവും എഴുതിയ ഒരാളെന്ന നിലയിൽ ഞാൻ എൻ്റെ കൃതികൾ വെച്ച് നോക്കുമ്പോൾ എൻ്റെ നാട്ടിൻ്റെ തൊട്ടപ്പുറത്ത് സംഭവിച്ചിട്ടുള്ള ചില മനുഷ്യരുടെ കഥകളാണ് ഞാൻ എഴുതിയത്. അവർ പരാജയപ്പെട്ടവരാണ്, അപമാനിക്കപ്പെട്ടവരാണ്, മുഖ്യധാരാ സമൂഹത്തിൽ നിന്ന് പിന്നെ ഒഴിവാക്കപ്പെട്ടവരാണ്. അപ്പോൾ അവരുടെ കഥ എഴുതുമ്പോൾ അതൊരു ഒരു പ്രാദേശിക ചരിത്രത്തിൽ നിന്നുകൊണ്ടുള്ള ഒരു ബദൽ ചരിത്രാഖ്യായികവും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ എന്താണ് ഒരു എഴുത്തുകാരൻ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ബേക്കലങ്കോട്ടയാണ് നമ്മളെ കാസർഗോഡ് ജില്ലയിലെ ഒരു ഗംഭീരമായിട്ട്
ആൾക്കാർ കാണാൻ വരുന്നൊരു കോട്ട. അപ്പോൾ നമ്മളവിടെ പോകുമ്പോൾ സാധാരണക്കാരത് കാണുക എന്താ വെച്ചാൽ ഇക്കേരി നായ്ക്കറാണ് ആ കോട്ട നിർമ്മിച്ചത് എന്ന് പറയും. പക്ഷെ ഒരു എഴുത്തുകാരനാണെങ്കിൽ ഇക്കേരി നായ്ക്കറല്ല ആദ്യം കാണുക. ആ കോട്ട ഉണ്ടാക്കാൻ വേണ്ടി കഷ്ടപ്പെട്ട, അടികൊണ്ട, അപമാനിക്കപ്പെട്ട, ചിലപ്പോൾ കൊല്ലപ്പെട്ട പോയ മനുഷ്യരുടെ വേദനകളും ഒരു എഴുത്തുകാരൻ കണ്ടെത്തും. അതാണ് എഴുത്തുകാർ ചെയ്യുന്ന ഒരു 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 ബദൽ പരിപാടി എന്നാണ് എൻ്റെ പ്രാഥമികമായ തോന്നൽ. സുഹൃത്തുക്കളെ, ഒരു വലിയ വിഷയം ഏതറ്റത്ത് നിന്ന് തുടങ്ങി, അല്ലെങ്കിൽ ഏത് ഭാഷയിലെ കൃതിയെക്കുറിച്ച് തുടങ്ങി, അല്ലെ ഏത് രാജ്യം എന്നൊക്കെ ഉള്ളതിൽ ആശയക്കുഴപ്പമുണ്ടാകുന്നൊരു വലിയ വിഷയമാണ്, നല്ല വിഷയവുമാണ്. പ്രത്യേകിച്ചും സാഹിത്യത്തോട് ആഭിമുഖ്യമുള്ള വായനക്കാരോട് വിശദീകരിക്കാൻ ഇഷ്ടവുമുള്ള വിഷയമാണ്. പക്ഷേ ഈ സമയത്തിൻ്റെ ഒരു പരിമിതി വല്ലാതെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട്. വാസ്തവത്തിൽ വേർഡ് മീനിങ് വെച്ചിട്ടല്ല ഈ വിഷയത്തെ കാണേണ്ടതെന്ന് ഞാൻ കരുതുന്നു. ഹിസ്റ്ററി എന്ന് പറയുന്നതിനെ ചരിത്രമെന്നും, നോവൽ അഥവാ ഫിക്ഷൻ എന്ന് പറയുന്നതിനെ സാഹിത്യമെന്നും മാത്രം എടുത്തുകൊണ്ട് നമ്മൾ ഇതിനെ നിർവചിക്കാൻ പോയി കഴിഞ്ഞാൽ ബുദ്ധിമുട്ടുണ്ടാവും. എന്തുകൊണ്ടെന്നാൽ ഇത് രണ്ടും രണ്ട് തരത്തിലുള്ള പഠന ശാഖ കൂടിയാണ്. ആസ്വാദകർക്ക് ആസ്വദിക്കാൻ ഉള്ളത് മാത്രമല്ല, ഗവേഷകർക്കും മറ്റു തരത്തിലുള്ള അന്വേഷകർക്കും അന്വേഷിച്ച് പുതിയ കാര്യങ്ങൾ കണ്ടെത്താനുള്ള രണ്ട് വ്യത്യസ്ത മേഖലകൾ കൂടിയാണ് സാഹിത്യവും ചരിത്രവും. പക്ഷേ ഇത് തമ്മിലൊരു അഭേദ്യമായ ബന്ധമുണ്ട്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ജേർണലിസവും സാഹിത്യവും തമ്മിൽ ഏതു മട്ടിലാണോ ഇഴചേർന്ന് കിടക്കുന്നത്, അതുപോലെ തന്നെയുള്ള ഒരു അഗാധമായ പാരസ്പര്യം, ബന്ധം ചരിത്രവും സാഹിത്യവും തമ്മിലുണ്ട്. ചരിത്രത്തെ തന്നെ നമ്മൾ എടുത്ത് പരിശോധിക്കുമ്പോൾ അതിന് പല അടരുകൾ നമുക്ക് കാണാൻ പറ്റും. ഏറ്റവും താഴെത്തട്ടിൽ നിന്ന് ആരംഭിക്കുന്ന അഥവാ പ്രാദേശിക ചരിത്രം മുതൽ നമ്മൾ ഇന്ന് കാണുന്ന അന്തർദേശീയ തലത്തിൽ നമ്മൾ പരിശോധിക്കുന്ന ചരിത്രരേഖകൾ, ചരിത്ര സന്ദർഭങ്ങൾ, കാലഘട്ടം വരെ പല പല അടരുകളായിട്ട് ചരിത്രം മനുഷ്യജീവിതത്തെ ഓരോ കാലത്തും സ്വാധീനിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. സാഹിത്യം അതുപോലെ തന്നെ. നമ്മൾ പേരിട്ട് വിളിക്കുന്ന പല തരത്തിലുള്ള ലിറ്ററേച്ചർ മനുഷ്യരുടെ ഇടയിൽ പ്രചാരത്തിലുണ്ട്. ജനപ്രിയ സാഹിത്യം, അല്ലെ പോപ്പുലർ ഫിക്ഷൻ എന്ന് പറയുന്ന, വാമ്പയർ ലിറ്ററേച്ചർ എന്ന് പറയുന്ന, അതിൽ നമ്മൾ ക്ലാസിക് ലിറ്ററേച്ചർ എന്നൊക്കെ വിളിക്കുന്ന, ഇങ്ങനെ ഓരോ വിഭാഗത്തിൽ തന്നെ പല പല വിഭാഗങ്ങളായി തിരിയുന്ന സാഹിത്യമുണ്ട് ചരിത്രത്തിൽ എന്നതുപോലെ. പക്ഷേ ഇത് തമ്മിൽ, ജേർണലിസവും സാഹിത്യവും തമ്മിൽ ബന്ധപ്പെട്ട് കിടക്കുന്നത് പോലെയുള്ള ഒരു ബന്ധം ഈ സാഹിത്യവും ചരിത്രവും തമ്മിൽ ഉണ്ട്. അതിൻ്റെ ചരിത്രത്തെ നിരാകരിച്ചുകൊണ്ട് ഒരിക്കലും ഒരു എഴുത്തുകാരന് സാഹിത്യം രചിക്കാൻ പറ്റില്ല. പക്ഷേ സാഹിത്യകാരൻ പ്രത്യക്ഷത്തിലൊരു ചരിത്ര രചന നടത്തേണ്ട ആവശ്യവുമില്ല. നേരെ മറിച്ച് ചരിത്രത്തെ പുനർനിർമ്മിക്കാൻ ഒരു പക്ഷേ ഒരു എഴുത്തുകാരന് കഴിയും. അതല്ല എന്നുണ്ടെങ്കിൽ പുനർസൃഷ്ടിക്കാൻ, അതല്ലെങ്കിൽ അതിനെ സ്ഥിരപ്പെടുത്താൻ ഒരു എഴുത്തുകാരന് കഴിയും. ഇത് നമ്മൾ ലോകത്തുള്ള ഏത് ഭാഷകളിലെ സാഹിത്യം എടുത്ത് വായിക്കുമ്പോഴും ഒരു കുടുംബചരിത്രമാണ് പറയുന്നതെങ്കിൽ പോലും ആ കുടുംബം നിലകൊള്ളുന്ന ഒരു സമൂഹത്തിലാണ്. ആ സമൂഹം ഉൾക്കൊള്ളുന്നത് ഒരു രാഷ്ട്രീയത്തെയാണ്. ആ സമൂഹം ഒരു രാജ്യത്തെയോ ഒരു രാജ്യത്തെ സമ്പദ്ഘടനയെയോ സാമൂഹിക അവസ്ഥയെയോ അഡ്രസ്സ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഒരു എഴുത്തുകാരൻ ഒരു പ്രദേശത്തെ ഒരു കുടുംബത്തിൻ്റെ കഥ വളരെ ഇമോഷണലായി പറയുകയാണ് നമ്മൾ ധരിക്കുമ്പോൾ, അതിനകത്ത് ആ കുടുംബം ഉൾക്കൊള്ളുന്ന സമൂഹം, അത് ഉൾക്കൊള്ളുന്ന രാജ്യം, അത് ഉൾക്കൊള്ളുന്ന എല്ലാ പ്രത്യയശാസ്ത്രപരമായ പ്രതിസന്ധികളും സാമ്പത്തികവും സാമൂഹികവും രാഷ്ട്രീയവും വൈകാരികവും ലൈംഗികവുമായ എല്ലാ തരത്തിലുമുള്ള വിഷയങ്ങളെയും ഈ ഒരു കുടുംബകഥയ്ക്കുള്ളിലേക്ക് ഒരു എഴുത്തുകാരൻ വളരെ വൈകാരികമായിട്ട് ചേർത്ത് വയ്ക്കുന്നുണ്ട്. ഇത് വായനക്കാരന് കിട്ടുന്നത് കൊണ്ടാണ് ആ പുസ്തകം ഒരുപക്ഷെ ക്ലാസിക്കായിട്ട് മാറുന്നതും അത് ആ സ്ഥലത്തെ, അത് എഴുതപ്പെട്ട സ്ഥലത്തെ, കാലത്തെ, ചരിത്രത്തെ നമുക്ക് മനസ്സിലാക്കി തരുന്നതും. അപ്പം ഇങ്ങനെ വളരെ കൃത്യമായ ഒരു അനുവാദമുണ്ടെന്ന് പറയാൻ പറ്റാത്ത വിധത്തിൽ അറിയാതെ തന്നെ, എഴുത്തുകാരൻ അറിഞ്ഞോ അറിയാതെയോ തന്നെ, ഈ ചരിത്ര സന്ദർഭങ്ങൾ ഒരു സാഹിത്യകൃതിയിലേക്ക് എല്ലാ കാലത്തും ഏതു ഭാഷയിലും ഉണ്ടാകുന്നുണ്ട്. നമ്മുടെ എപ്പിക്കുകൾ എടുത്തു കഴിഞ്ഞാൽ ഗ്രീക്ക് ഇതിഹാസങ്ങൾ മുതൽ ഇന്ത്യൻ പുരാണ ഇതിഹാസങ്ങൾ തൊട്ട് നമ്മൾ ഏതെടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാലും അവിടെ ആ പുരാണം അഥവാ മിത്ത് എന്നൊക്കെ പറയുന്നതിനപ്പുറത്ത് വളരെ കൃത്യമായിട്ട് അത് എഴുതപ്പെട്ട കാലത്തെ ഹിസ്റ്ററി കൂടി, ചരിത്രം കൂടി അതിനകത്ത് വരുന്നുണ്ട്. വളരെ എളുപ്പത്തിൽ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ രാമായണത്തിലേക്ക് വരുമ്പോൾ രാവണൻ എന്നു പേരുള്ള 10 തലയുള്ളൊരു കഥാപാത്രം ഇമാജിനേഷനാണെന്ന് നമുക്ക് പറയാമെങ്കിലും ആ കഥാപാത്രത്തിൻ്റെ പൊരുൾ നമ്മൾ അന്വേഷിച്ച് ചെല്ലുമ്പോൾ എഴുത്തുകാരൻ്റെ മുമ്പിൽ അതിനൊരു റോൾ മോഡൽ ഉണ്ടായിട്ടുണ്ടാവും. ആ റോൾ മോഡൽ 10 തല കൊണ്ട് ചിന്തിക്കുന്ന ബുദ്ധിയുള്ളൊരു മനുഷ്യനായിരുന്നിരിക്കാം. നേരെ മറിച്ച് സയൻസിനെ വെല്ലുവിളിച്ചുകൊണ്ട് നമ്മളൊരു ആർട്ടിസ്റ്റ് വരയ്ക്കുന്ന 10 തലയോടുകൂടി ഒരു ഉടൽ ആയിരുന്നിരിക്കില്ല. അപ്പോൾ ഇവിടെ എഴുത്തുകാരൻ അട്ടിമറിക്കുന്ന, അയാളുടെ ഭാവനയെ കൂട്ടുപിടിച്ചുകൊണ്ട് അട്ടിമറിക്കുന്നത് ഒരു യാഥാർത്ഥ്യത്തെ ആണ്. ആ യാഥാർത്ഥ്യം ഒരു ചരിത്രത്തിലേക്കുള്ള വിരൽ ചൂണ്ടുന്നു എന്നുള്ളതാണ് സത്യം. അപ്പോൾ അതുകൊണ്ട് എല്ലാ കൃതികളെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ എഴുത്തുകാരൻ അറിഞ്ഞോ അറിയാതെയോ പിൻപറ്റിക്കൊണ്ടിരിക്കുന്ന ചരിത്രത്തെയാണ്, പുനർനിർമ്മിക്കുന്ന ചരിത്രത്തെയാണ്. അതിലൂടെയാണ്
പ്രാദേശികമായ ഏറ്റവും ചെറിയ അറിവുകൾ, മാഞ്ഞു പോകുന്ന അറിവുകൾ തിരിച്ചു വരുന്നത്. അതിനെ കുറച്ച് പൊളിറ്റിക്കലായിട്ട് പറഞ്ഞാൽ, ഇപ്പോൾ സമകാലീന ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ നമ്മുടെ സിലബസുകളിൽ നിന്നും പാഠപുസ്തകങ്ങളിൽ നിന്നും മറ്റു കാര്യങ്ങളിൽ നിന്നും നമ്മുടെ ഒരു കാലഘട്ടത്തെ, ഒരു ചരിത്ര സന്ദർഭങ്ങളെ, ചരിത്രത്തെ നിരാകരിക്കാൻ ശ്രമിക്കുമ്പോൾ നാളെ ഇന്ത്യ നേരിട്ട വളരെ പ്രധാനപ്പെട്ട ഒരു ചരിത്ര സന്ദർഭത്തെ നാളത്തെ അന്വേഷകർ അല്ലെങ്കിൽ ചരിത്ര ഗവേഷകർ കണ്ടെത്തുന്ന NS മാധവൻ്റെ തിരുത്ത് എന്ന് പറയുന്ന ഒരു കഥയിൽ നിന്നായിരിക്കും. അവരൊറ്റ കഥ മതി ഇന്ത്യ എന്ന ഒരു രാഷ്ട്രത്തിൻ്റെ രാഷ്ട്രീയവും ചരിത്രവും മാറിപ്പോയത് എങ്ങനെയാണ് എന്നുള്ളത് മനസ്സിലാക്കാൻ. അപ്പോൾ ആരൊക്കെ ഇതിനെ ഏതെല്ലാം തരത്തിൽ ടെക്സ്റ്റ് ബുക്കുകളെ, സിലബസുകളെ മാറ്റിമറിച്ചാലും സാഹിത്യം അല്ലെങ്കിൽ ഒരു കഥ ചരിത്രത്തെ തിരികെ കൊണ്ടുവരും എന്നുള്ളത് നമുക്ക് എളുപ്പത്തിൽ പറയാവുന്ന ഒരു ഉദാഹരണമാണ് NS മാധവൻ്റെ തിരുത്ത്. ഇതാണ് സാഹിത്യവും ചരിത്രവും തമ്മിലുള്ളൊരു ബന്ധം. എനിക്ക് ആക്ച്വലി ഇവിടെ നിന്നാണ് എനിക്കൊരു ചോദ്യം ഇപ്പം വരുന്നത്. പക്ഷേ അത് ചോദിക്കാനുള്ള ജേർണലിസ്റ്റായി നമ്മുടെ കൂടെ ഇരിക്കുന്ന ഒരാളുടെ അടുത്താണ്. കഴിഞ്ഞ 30 കൊല്ലത്തെ രാഷ്ട്രീയ സാമൂഹ്യ ലക്ഷണങ്ങളൊക്കെ ഒരു റിപ്പോർട്ടർ എന്നുള്ള നിലയിൽ ഏറ്റവും അടുത്ത് കണ്ടിട്ടുണ്ട്, അടുത്തുള്ള ഫാക്ച്വലായിട്ട് കാണാൻ സാധിച്ചിട്ടുണ്ട്. എവിടെയാണ്, അതായത് ഇപ്പം ഞാൻ അന്ന് പറഞ്ഞതുപോലെ, ഇന്നലെ നമ്മൾ സംസാരിച്ചപ്പോൾ പറഞ്ഞതുപോലെ, ഞാൻ സാറാ ജോസഫിൻ്റെ ബൂദിനി വായിച്ച സമയത്ത് ബൂദിനിയുടെ തുടക്കത്തിൽ ഒരു വരിയുണ്ട്. ആ വരി ഇങ്ങനെയാണ്, ഞാൻ പറയാണ്: When journalism is silenced, literature must speak, because by journalism speaks with facts, literature speaks with truth. എങ്ങനെയാണ് ഈ ജേർണലിസത്തിൽ നമ്മൾ ഈ ഫാക്ട്സിനെ കിട്ടുമ്പോൾ അതൊരു ഫസ്റ്റ് ഹാൻഡ് ഇൻ്റർപ്രിറ്റേഷനാണ്. പക്ഷേ അത് ഫിക്ഷനിലേക്ക് വരുമ്പോഴത്തേക്കും അതൊരു കുറേ റീഇൻ്റർപ്രിറ്റേഷൻസ് ആണ്. എങ്ങനെയാണ് അത് രണ്ടും തമ്മിലുള്ളൊരു ബാലൻസ് കണ്ടെത്താൻ സാധിക്കുക? ഈ ഒരു ഫാക്ച്വൽ ഇതിനെയും അതുപോലെ തന്നെ ഫിക്ഷണലൈസ് ചെയ്യുമ്പോഴത്തേക്കും, പക്ഷേ എന്നാൽ രണ്ടും ആണ്, പക്ഷേ എന്നാൽ രണ്ടും അതിലൊരു ബാലൻസും കണ്ടെത്തണം എന്നുള്ളതിലേക്ക് എങ്ങനെയാണ് എത്താറ്? അതിൽ വളരെ എളുപ്പത്തിൽ പറയാൻ പറ്റും. നമുക്ക് പത്രത്തിൽ, ഇതല്ലേ ജേർണലിസം അല്ലേ ആദ്യം ചോദിച്ചത്, പത്രത്തിൻ്റെ ഒരു ദിവസത്തെ ആയുസ് എന്ന് പറയുന്നത് രാവിലത്തെ 2-3 മണിക്കൂറുകളാണ്. അത് പത്രം വന്ന് നമ്മളിപ്പോൾ ഓഫീസിൽ പോകുന്നതിനോ ഒക്കെ മുമ്പ് മറിച്ച് നോക്കുന്ന ആ സമയം ഇപ്പോൾ അതുപോലും ഇല്ല. ആ വരുന്ന 1 മണിക്കൂറാണ് പത്രത്തിൻ്റെ ലൈഫ്. അത് കഴിഞ്ഞാൽ പത്രം മരിച്ചു. കാരണം പിന്നെ നമുക്ക് വിവരങ്ങൾ കിട്ടാൻ വേറെ ഒരുപാട് സോഴ്സുകളുണ്ട്. പിന്നെ പിറ്റേ ദിവസത്തെ പത്രത്തിനേ ഉള്ളൂ പ്രസക്തി. ഒരു ദിവസമാണ് പരമാവധി. ഇപ്പോൾ രാവിലെ വായിക്കാത്ത ആളിന് വൈകിട്ടാണ് വായിക്കുന്നെങ്കിൽ ഒരു ദിവസം. പക്ഷേ നോവലിൻ്റെ അവസ്ഥ അതല്ല. ഇപ്പം ഞാൻ എഴുതിയ ഭയങ്കരാമുടി, മുടിപ്പേച്ച, ഇരുമുടി എന്ന് പറയുന്ന ഒരു നോവൽ ത്രയം എന്ന് പറയുന്നത് വർത്തമാനകാല കേരളത്തിൻ്റെ ഒരു ചരിത്രം അതിലുണ്ട്. പിന്നെ ഏതാണ്ട് 800 വർഷത്തെ കേരളത്തിൻ്റെ ഭൂതകാലം അതിൽ വരുന്നുണ്ട്. ഈ വർത്തമാനകാലവും ഭൂതകാലവും കൂടെ ബ്ലെൻഡ് ചെയ്തുകൊണ്ട് ഭാവി കാലത്തേക്കുള്ള ചില ചോദ്യചിഹ്നങ്ങളും ഇട്ടുകൊണ്ട് ഞാനത് നോവലായിട്ട് എഴുതുമ്പോൾ, ഞാൻ ആദ്യത്തെ നോവൽ എഴുതിയ 2014 അന്നത്തെ രാഷ്ട്രീയം അതിലുണ്ട്. പക്ഷേ ഇപ്പോഴും 2025 ആളുകൾ ഭയങ്കരാമുടി വായിച്ചിട്ട് ആ നോവലിനെ പറ്റി എന്നോട് അഭിപ്രായം പറയുന്നു എങ്കിൽ ഫിക്ഷൻ ഇതിനെക്കാട്ടിൽ എത്രയോ മുകളിലാണ് എന്നുള്ളതാണ്. 10 വർഷമോ 12 വർഷമോ കഴിഞ്ഞിട്ടും ആളുകളത് വായിച്ചുകൊണ്ടിരിക്കുകയാണ്. അതാണ് ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ചത് മഹാഭാരതത്തിൻ്റെ കാര്യം. 1300 വർഷത്തിന് ശേഷവും നമ്മളത് വായിച്ചുകൊണ്ടിരിക്കുക. നമ്മുടെ ഭൂതകാലം, രാജ്യത്തിൻ്റെ ഭൂതകാലം എന്ന് പറഞ്ഞിട്ട് നമ്മൾ വായിക്കുന്ന ആ പുസ്തകമാണ്. അപ്പോൾ അതിന് ഞാൻ വേറൊരു ചെറിയ ഉദാഹരണം പറയാം. ഇപ്പം ഈ ചരിത്രവും ജേർണലിസവും എവിടെ നിൽക്കുന്നോ അതിനെക്കാട്ടി മുകളിലാണ് ഫിക്ഷൻ എന്നുള്ളതിന് ഈ മലയാറ്റൂർ രാമകൃഷ്ണൻ്റെ പുസ്തകങ്ങൾ പലതും നമ്മൾ വായിച്ചിട്ടുണ്ട്. അതിൽ അമൃതം തേടി എന്ന് പറയുന്നൊരു പുസ്തകമുണ്ട്. അത് 1ാം സ്വാതന്ത്ര്യ സമരം, ശിപ്പായി ലഹള എന്ന് ബ്രിട്ടീഷുകാർ വിളിച്ച 1ാം സ്വാതന്ത്ര്യ സമരത്തെ പറ്റിയുള്ള ഒരു നോവലാണ്. അതിൽ മലയാറ്റൂർ രാമകൃഷ്ണൻ വളരെ കുറവാണ്. അതിൽ ഈ ചരിത്രത്തിൻ്റെ ഒരു ആഖ്യാനം ആണ്, നോവലെന്ന് പേരിട്ടിട്ടുണ്ടെന്നേ ഉള്ളൂ. അത് നമ്മൾ വായിച്ചിട്ടുണ്ടാകും. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഈ ചരിത്ര പശ്ചാത്തലവും കടന്നു വരുന്ന അദ്ദേഹത്തിൻ്റെ തന്നെ നോവലുകളുണ്ട്. അതായത് യന്ത്രം, വേരുകൾ, യക്ഷി, അതിലൊക്കെ അതത് എഴുതപ്പെട്ട കാലത്തെ ചരിത്രമുണ്ട്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഭാവനയുമുണ്ട്. അപ്പോൾ ഇത് വ്യത്യാസം വരുന്നത്, പ്രാർത്ഥനയുടെ ചോദ്യത്തിന് ഉത്തരം അതാന്ന് തോന്നുന്നു, ഒരു വർത്തമാനകാല സംഭവത്തെ അല്ലെങ്കിൽ കുറച്ചു കാലം മുമ്പ് നടന്ന ഒരു ചരിത്രത്തെ ഒരു പ്രതിഭാധനനായിട്ടുള്ള ഒരു ക്രിയേറ്റീവ് റൈറ്റർ അദ്ദേഹത്തിൻ്റെ ഭാവന കൂടെ ചേർത്തിട്ട് പുനരാഖ്യാനം ചെയ്യുമ്പോൾ ഇതിൻ്റെ തലം അങ്ങ് ഉയരുകയാണ്. അതാണ് എനിക്ക് തോന്നുന്നത് അതിനകത്ത് പറയാവുന്നത്. കാരണം നമ്മളിപ്പോൾ കുട്ടനാടിൻ്റെ ചരിത്രം എന്ന് പറഞ്ഞിട്ടൊരു 100 വർഷത്തിന് മുമ്പുള്ള മുതൽ ഈ ഒരു 1970 വരെയൊക്കെയുള്ള ചരിത്രം എന്ന് പറഞ്ഞിട്ട് ഒരാൾ അന്വേഷിച്ച് കഴിഞ്ഞാൽ അയാൾ ആദ്യം പോകുന്നത് തകഴിയുടെ നോവലുകൾ വായിക്കാനാണ്. അത് കഴിഞ്ഞിട്ട് മാത്രമായിരിക്കും അയാൾ ഏതെങ്കിലും ഒരു ചരിത്ര പുസ്തകം അന്വേഷിച്ച് ഒരു യൂണിവേഴ്സിറ്റിയിലോ വല്ല പോകുന്നത്. അപ്പം നോവലുകൾ ചരിത്രാഖ്യാനം ആയിരിക്കുമ്പോൾ തന്നെ എഴുതിയ ആളിൻ്റെ പ്രതിഭയുടെ ആ മികവ്, പ്രതിഭയുടെ മികവ്, ഭാവനയുടെ മികവ് വരുമ്പോൾ അത്
അതിൻ്റെ ഉയരം കൂടുകയാണ്. ഇപ്പോൾ മാർത്താണ്ഡവർമ്മ തിരുവിതാംകൂർ ഭരിച്ച പല രാജാക്കന്മാരിൽ ഒരാളാണ്. പക്ഷേ നമുക്ക് എപ്പോഴും എല്ലാ മലയാളികൾക്കും പെട്ടെന്ന് മാർത്താണ്ഡവർമ്മ എന്ന് പറഞ്ഞ നാവിൽ വരും. കാരണം അത് മാർത്താണ്ഡവർമ്മയുടെ ചരിത്രം വായിച്ചിട്ടില്ല, CV രാമപിള്ളയുടെ നോവൽ വായിച്ചിട്ടാണ്. യഥാർത്ഥ മാർത്താണ്ഡവർമ്മയാണോ ഇതിലെ മാർത്താണ്ഡവർമ്മ എന്ന് പറഞ്ഞാൽ നമുക്കറിയില്ല. വളരെ വ്യത്യാസമുണ്ടെന്നാണ് ചരിത്രം വായിച്ചിട്ടുള്ളവർ പറയുന്നത്. പക്ഷേ നമ്മുടെ മനസ്സിൽ നിൽക്കുന്നത് മാർത്താണ്ഡവർമ്മ നോവലിലെ മാർത്താണ്ഡവർമ്മയാണ്. അപ്പം അത് CV രാമപിള്ള അതിനെ പുനരാഖ്യാനം ചെയ്ത് നോവൽ ഭാഷയിലാക്കി എഴുതി അദ്ദേഹത്തിൻ്റെ ഭാവനയും കൂടെ ചേർത്തു എന്നുള്ളത് കൊണ്ടാണ്. അത് എനിക്ക് തോന്നുന്നു പ്രാർത്ഥന ചോദിച്ച ചോദ്യത്തിനൊരു ഉത്തരമായും തോന്നുന്നു. അടുത്തത് എനിക്ക് ചോദിക്കാനുള്ളത് മരണവംശത്തിനെ പറ്റിയാണ്. മരണവംശം എന്ന് മാത്രമല്ല, അതിലുപയോഗിച്ചിരിക്കുന്ന, എനിക്ക് തോന്നുന്നു നമ്മളെല്ലാവരും ഏറ്റവും കൂടുതൽ സംസാരിക്കുന്നതും അതിൽ ഉപയോഗിച്ചിരിക്കുന്ന ഭാഷയെ പറ്റിയിട്ടാണ്. നല്ലൊരു കാസർഗോഡ് സ്ലാങ്. അപ്പം അതിൽ നമുക്ക് മനസ്സിലാവാത്തതായി ഒത്തിരി വാക്കുകളും ഉണ്ട്. പക്ഷേ എന്നാൽ കാസർഗോഡ് സ്ലാങ്ങിലാണ് എഴുതിയിരിക്കുന്നത്. നമ്മുടെ ഈ ഒരു കാലഘട്ടത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ഈ സംസാരിക്കുന്നതാണ് ഈ ശുദ്ധ മലയാളം എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഇത്. എന്താണ് ശുദ്ധ മലയാളം? വാട്ട് ഈസ് പ്യൂരിറ്റി? ആരാണ് ഈ ശുദ്ധ മലയാളത്തിന്? അപ്പോൾ ഈ സാൻസ്ക്രിറ്റൈസ്ഡ് ചെയ്യപ്പെട്ട മലയാളത്തിനെയാണ് പൊതുവെ ശുദ്ധ മലയാളം എന്ന് വിളിക്കുന്നത്. പക്ഷെ അതിനെയൊക്കെ മറികടന്നിട്ട് ഒരു കാസർഗോഡൻ ഭാഷയിൽ എഴുതുന്നു. ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഭാഷ തന്നെയാണ് മാറ്റി എഴുതുന്നത്. ഭാഷയുടെ ആ ഒരു ചരിത്രത്തിനെ തന്നെയാണ് മാറ്റി എഴുതിയത്. എങ്ങനെയാണ് ആ ഒരു, ശരിക്കും അതൊരു കോൺഷ്യസ് ആയിട്ട് എടുത്തൊരു ഡിസിഷൻ തന്നെയാണല്ലോ ഈ ഒരു ഭാഷയിൽ തന്നെ എനിക്ക് എഴുതണമെന്നുള്ളത്. എങ്ങനെയാണ് ആ ഒരു ഇതിലേക്ക് എത്തിയത്? എനിക്ക് വളരെ നല്ല ചോദ്യമാണ്. പിന്നെ പൊതുവെ എനിക്ക് പല കൃതികളും വായിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് മലയാളത്തിലേക്ക് ഈ സംസ്കൃതത്തിൻ്റെ ആധിക്യം വല്ലാതെ കടന്നു വന്നായി തോന്നിയിട്ടുണ്ട്. അത് പ്രത്യേകിച്ച് ആധുനികരായിട്ടുള്ള എഴുത്തുകാരുടെ നോവലുകളാണ് തൻ്റെ ഒരു പെരുങ്കളിയാട്ടം നടക്കുന്നത്. അത് വേണ്ട എന്ന് ഞാൻ എഴുതുന്ന കാലം തൊട്ട് തീരുമാനിച്ചിരുന്നു. ഇപ്പോൾ എനിക്ക് വയലാർ വലിയ പാട്ടുകാരനാണ്, അതേപോലെ ഭാസ്കരൻ മാഷും നല്ല പാട്ടുകാരനാണ്. പക്ഷേ വയലാറിൻ്റെ സിനിമാ ഗാനങ്ങളിൽ മൊത്തം സംസ്കൃത പദങ്ങളായിരിക്കും. പക്ഷേ ഭാസ്കരൻ മാഷ് സിനിമാ ഗാനങ്ങൾ നമ്മൾ ഭയങ്കര നാഴിയൊരു പാലുകൊണ്ട് നാടാക കല്യാണം എന്നൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഭയങ്കര സ്നേഹം വരും. അപ്പോൾ എൻ്റെ സമയത്തുള്ള എൻ്റെ എൻ്റെ ഒരു കൺസെപ്റ്റ് ഭാസ്കരൻ മാഷിൻ്റെ വഴിയാണ്. അപ്പോൾ അത് നമ്മളിപ്പോൾ ഒരു കാസർഗോഡ് പ്രാദേശികമായിട്ടുള്ള ജീവിതത്തെ ആഖ്യാനിക്കുമ്പോൾ ആ ഭാഷയും അതിൻ്റെ സ്വഭാവവും പ്രയോഗങ്ങളും വിചാരങ്ങളും വികാരങ്ങളും വേണമെന്ന് മറ്റാരെക്കാളും എനിക്ക് നിർബന്ധമുണ്ട്. ഇപ്പോൾ KP വലിയ നിരൂപനായിട്ടുള്ള KP അപ്പൻ സാറിൻ്റെ ഒരു കഥയുണ്ട്. KP അപ്പൻ സാറ് ഒരു നടുവേദനയായിട്ട് പിന്നെ ഒരു കോട്ടക്കൽ ആര്യവൈദ്യശാലയിൽ പോയിട്ട് ഒരു വൈദ്യർ നിർദ്ദേശിച്ചിട്ട് ഇങ്ങനെ വേണമെന്ന് പറഞ്ഞു. അപ്പോൾ കൊട്ടൻ ചുക്കാതി തൈലം ഉണ്ട്, മഹാനാരായണ തൈലമുണ്ട്. അപ്പോൾ എനിക്ക് കൊട്ടൻ ചുക്കാതി തൈലം എന്ന പേര് ഇഷ്ടമായിട്ടില്ല. ഞാൻ മഹാനാരായണ തൈലം വാങ്ങിയെന്ന് പറഞ്ഞു. ഞാനാണെങ്കിൽ കൊട്ടൻ ചുക്കാതി തൈലം വാങ്ങും. കാരണം കൊട്ടൻ എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലെ പാവങ്ങളായിട്ടുള്ള മനുഷ്യർക്ക് ഇടുന്നൊരു പേരാണ്. മെലിഞ്ഞ ആൾ ആണ് കൊട്ടൻ. അപ്പോൾ ആ കൊട്ടൻ മരണവംശത്തിൽ പ്രധാന കഥാപാത്രമാണ്. കുഞ്ഞന്മാരുടെ ആദ്യത്തെയും അവസാനത്തെയും പുരുഷൻ കൊട്ടനാണ്. അപ്പോൾ ഈ കൊട്ടൻ എന്ന് പറയുമ്പോൾ അത് നമ്മളെ ഇതാണ്. അപ്പോൾ അത്തരത്തിലുള്ളൊരു സ്വത്വബോധം എഴുത്തിലുണ്ടാവണം എന്നെനിക്ക് നിർബന്ധമുണ്ടായിരുന്നു. ഇപ്പോൾ കൊട്ടൻ എന്ന് പറഞ്ഞാൽ കൊട്ടുള്ളവൻ. അപ്പോൾ ഈ കൊട്ടനെ വെച്ചിട്ട് കൊട്ട് വെച്ചിട്ടൊക്കെ ഇപ്പോൾ എൻ്റെ രണ്ടാമത്തെ മോള പിന്നെ ഈ മോളെ മുത്തച്ഛൻ പിന്നെ കളിപ്പിക്കുമ്പോൾ ഒരു പാട്ട് പാടും. നമ്മോ നാരാച്ചി നമ്മോ കൊടുക്കയിൽ എന്തുണ്ട്, കുഞ്ഞിക്ക് കൊടുക്കാൻ ഇങ്കുണ്ട്, ഇങ്കിന് കൂട്ടാൻ എന്തുണ്ട്, കറുത്ത കോയിലെ കൊട്ടുണ്ട്. അപ്പോൾ കൊട്ട് എന്ന് പറയുന്ന വാക്ക് ചെണ്ടക്കൊട്ടല്ല, മറ്റേ കൊട്ടാണ്. അപ്പോൾ അത്തരത്തിലുള്ള വാക്കുകൾ നമ്മൾ ഉപയോഗിക്കുമ്പോൾ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറഞ്ഞാൽ എനിക്ക് ചീവീട് എന്ന് എനിക്ക് എഴുതാൻ പറ്റില്ല, എനിക്ക് പീരാൻ കൊടുക്കാന്ന് എഴുതാൻ പറ്റും. ഞങ്ങൾ പീരാൻ കൊടുക്കാന്നാണ് ചീവീടിനെ പറയല്. പീരാൻ കൊടുക്കുക എന്ന് പറഞ്ഞാൽ വെയിലും കൊടുക്കുന്ന കുടുക്ക പോലുള്ളത്. വെയിലെന്ന് പറഞ്ഞാൽ കരയുന്ന കുടുക്ക. അപ്പോൾ അത് എഴുതുമ്പോൾ കിട്ടുന്ന ഒരു മറല് എനിക്ക് ചീവീട് എന്ന് എഴുതുമ്പോൾ കിട്ടില്ല. അപ്പോൾ ഭാഷയ്ക്ക് അങ്ങനെ അതുകൊണ്ട് അത് മനസ്സിലാക്കുന്നവർ മനസ്സിലാക്കിയാൽ മതി എന്നുള്ള നിർബന്ധം എനിക്കുണ്ടായിരുന്നു. എനിക്കിതൊക്കെ എഴുതി വെച്ച് കഴിയുമ്പോൾ കിട്ടുന്നൊരു സമാധാനം എന്ന് പറഞ്ഞാൽ കുറേ കാലം കഴിയുമ്പോൾ ഈ വാക്കുകളൊക്കെ ഇല്ലാതാവും. അപ്പോൾ അത് ചരിത്രരേഖ പോലെ ആ വാക്കുകളും പ്രയോഗങ്ങളും ശീലങ്ങളും ശൈലികളും മരണവംശത്തിൽ ഉണ്ടാകും. മരണവംശത്തിലൂടെ അവിടെ നിലനിൽക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതാണ് അതിനുള്ള ഉത്തരം. സുഷ്മി ചേട്ടനോടാണ് അടുത്ത ചോദ്യം. നമ്മൾ കഴിഞ്ഞ ദിവസം ഇങ്ങനെ സംസാരിച്ചപ്പോൾ ഇങ്ങനെ പറഞ്ഞിരുന്നു, ഹിസ്റ്ററിയിൽ ഒരു കൺവെൻഷണൽ രീതിയിലല്ല ഫിക്ഷനിൽ കാണാൻ ആഗ്രഹിക്കുന്നത്. ഇപ്പം നേരത്തെ പറഞ്ഞതുപോലെ ഫോക്ലോറും മിത്തും ഇതൊക്കെ അടങ്ങിയൊരു
ഫിക്ഷനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ആ ഫിക്ഷനിനുള്ളിൽ ആ കഥാപാത്രങ്ങൾക്കൊരു ചരിത്രമുണ്ട്, ആ കഥയ്ക്കൊരു ചരിത്രമുണ്ട്, ആ സ്ഥലത്തിനൊരു ചരിത്രമുണ്ട്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ നോവലിൽ എക്സ്റ്റേണൽ ഹിസ്റ്ററി അല്ലാണ്ട് അതിനൊരു ഇൻറ്റേർണൽ ഹിസ്റ്ററി ഉണ്ട്. ആ ഹിസ്റ്ററിനെ പറ്റിയാണ് സുമേഷ് ചേട്ടൻ കഴിഞ്ഞ ദിവസം എന്നോട് പറഞ്ഞിരുന്നത്. അതെനിക്ക് ഭയങ്കര കൗതുകമായി തോന്നിയിരുന്നു. കാരണം നമ്മൾ ആ ഒരു എപ്പോഴും നമ്മൾ ഹിസ്റ്ററി എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ ചരിത്രം എന്ന് പറയുമ്പോൾ നമ്മൾ ആ ഒരു എക്സ്റ്റേണൽ ഹിസ്റ്ററിനെ പറ്റിയാണ് കൂടുതലും സംസാരിക്കാറ്. അതിലുള്ള ആ ഒരു കഥയിലുള്ള ഒരു ഇൻറ്റേർണൽ ഹിസ്റ്ററി ഉണ്ടല്ലോ, എന്താണ് ആ ഒരു പറ്റി സംസാരിക്കാൻ? എന്നെ സംബന്ധിച്ച് എഴുതുന്ന സമയത്ത് നമ്മൾ കഥാപാത്രങ്ങളെ നോക്കുക. ഇപ്പോൾ ഷാജി പറഞ്ഞ പോലെ വാക്കുകൾ പോലും അല്ല. കാരണം പ്രത്യേകിച്ച് ഒരു ദേശത്തിൻ്റെ ഭാരമില്ലാത്ത ഒരാളാണ് ഞാൻ. അതുകൊണ്ട് ഒരു സ്ഥലം എന്നെ ഒരിക്കലും സ്വാധീനിച്ചിട്ടില്ല. ആ സ്ഥലത്ത് പ്രയോഗിക്കുന്ന ഭാഷയോ വാക്കുകളോ സ്വാധീനിച്ചിട്ടില്ല. അതുകൊണ്ട് എല്ലായ്പ്പോഴും എന്നെ മനുഷ്യരാണ് എൻ്റെ മുമ്പിൽ വരുന്ന കഥാപാത്രങ്ങൾ, മനുഷ്യരല്ല അഥവാ കഥാപാത്രങ്ങൾ, അവരെയാണ് നമ്മൾ പ്രതിഷ്ഠിക്കുന്നത് ഒരു ലാൻഡ്സ്കേപ്പിലേക്ക്. അപ്പോൾ ആ ലാൻഡ്സ്കേപ്പ് എന്ന് പറയുന്നത് ആ മനുഷ്യരുടെ ആന്തരിക വിചാരങ്ങൾ കൊണ്ട് രൂപപ്പെടുന്ന ഒന്നാണ് എന്നെ സംബന്ധിച്ചിടത്തോളം. അതിനകത്ത് അവരുടെ ഹിസ്റ്ററിയുണ്ട്. അതായത് ഈ മനുഷ്യർ അഥവാ ഈ കഥാപാത്രങ്ങൾ ഏത് ലാൻഡ്സ്കേപ്പിലാണോ ജീവിക്കുന്നത് അവിടെ അവരുടെ പൂർവികരുണ്ട്. ഓരോ കഥാപാത്രത്തിനും പൂർവികരുണ്ട്. ഒരുപക്ഷെ നമ്മൾ എഴുതുന്ന കൃതിയിൽ കൃത്യമായിട്ടും ആ മുഴുവൻ പൂർവികരെയും കുറിച്ച് പറയുന്നുണ്ടാവില്ല, പക്ഷേ ആ പൂർവികരുടെ ഒരു സത്ത ആ കഥാപാത്രത്തിലേക്ക് വരുന്നുണ്ടാവും. അപ്പോൾ അതിനകത്ത് ഈ പ്രാദേശിക ചരിത്രം അല്ലെങ്കിൽ മിത്തുകൾ, ലോക്ഫോറുകൾ, വിശ്വാസങ്ങൾ, ആചാരങ്ങൾ, അന്ധവിശ്വാസങ്ങൾ, മതവിശ്വാസങ്ങൾ, ജാതിവിശ്വാസങ്ങൾ, ഇങ്ങനെ പരമ്പരാഗതമായിട്ട് കാലങ്ങളായിട്ട് സമൂഹങ്ങളായിട്ട് മനുഷ്യർ കൈമാറി വന്ന എല്ലാ തരത്തിലുമുള്ള ജീവിത ശൈലികളും ഈ സത്തയിലുണ്ടാവും. അതിൽ നിന്നാണ് ഒരു കഥാപാത്രം ഉണ്ടാവുക. അപ്പം ഞാൻ ശ്രദ്ധിക്കുന്ന എല്ലായ്പ്പോഴും കഥാപാത്രങ്ങളെയാണ്. അതുകൊണ്ട് എൻ്റെ ഒരു കഥാപാത്രം എങ്ങനെ പെരുമാറും എന്നുള്ളതിന് എനിക്കെപ്പോഴും ഒരു ഉത്തരമുണ്ട്. ആ ഉത്തരം അയാളുടെ ഒരു ഹിസ്റ്ററിയിൽ നിന്നുകൊണ്ട് അയാൾ പെരുമാറുന്നുള്ളതാണ്. ആ ഹിസ്റ്ററി അയാളുടെ DNA ആണ്. ഈ DNA ആണ് ഒരു നാടിൻ്റെ DNA ആയിട്ട് മാറുന്നത്. അതായത് ഒരു കൂട്ടം മനുഷ്യരുടെ സ്വഭാവ സവിശേഷതകളും ആചാര രീതികളും വിശ്വാസങ്ങളുമാണ് ആ ഒരു പ്രദേശത്തെ രൂപപ്പെടുത്തുന്നത്. പക്ഷേ ഈ പ്രദേശത്തിന് മാറ്റം ഉണ്ടാവും, അവിടുത്തെ മനുഷ്യർക്ക് മാറ്റം ഉണ്ടാകുന്ന പോലെ തലമുറകൾ കഴിയുമ്പോൾ ആ മനുഷ്യരുടെ വിശ്വാസ രീതികൾക്ക് മാറ്റം ഉണ്ടാവും. ഉദാഹരണത്തിന് വളരെ എളുപ്പത്തിൽ പറഞ്ഞാൽ 10 ദിവസം പൂക്കളമിടുന്ന ഒരു ആഘോഷം എന്നുള്ളത് ഓണത്തിന്, നമ്മളിപ്പോൾ അത് ഒരു ദിവസത്തേക്ക് പൂക്കളമിടുന്ന ആഘോഷമാക്കി മാറ്റി. അല്ല, ഒരു രാത്രി മുഴുവൻ കഥകളി നടത്തിയിരുന്ന ഒരു ശീലം ഒരു മണിക്കൂറിനകത്ത് കളിക്കുന്ന ഒരിടത്തേക്കായിട്ട് മാറി. അല്ലെങ്കിൽ ഇപ്പോൾ MDയുടെ കഥാപാത്രങ്ങൾ നമ്മൾ കണ്ടിട്ടുള്ള പകിട കളിക്കുന്ന ഒരു നാടൻ കളി സമ്പ്രദായം എന്നുള്ളത് ഇല്ലാതായിട്ട് മാറി. ഇങ്ങനെയുള്ള മാറ്റങ്ങൾ സ്വാഭാവികമായിട്ട് ഒരു സമൂഹത്തിലും മനുഷ്യരിലുണ്ടാവുന്നത്. അപ്പോൾ ഞാൻ എഴുതുമ്പോൾ മനുഷ്യരെ കാണുന്നത് അവരുടെ പുറകിലേക്കുള്ള വംശപരമ്പരയെ വെച്ചുകൊണ്ടാണ്. ആ വംശപരമ്പരയിലൂടെ അവർ കടന്നു പോകുന്ന മുഴുവൻ വഴികളും നമ്മുടെ മനസ്സിൽ തെളിഞ്ഞു വരും. അത് ആ കഥാപാത്രങ്ങളുടെ സംഭാഷണങ്ങളിലോ അടുത്തതായിട്ടുള്ള അവരുടെ ആക്ഷനിലോ നമുക്ക് ഇട്ട് കൊടുക്കാൻ വേണ്ടി പറ്റും. അത് വളരെ എളുപ്പമാണ്. അങ്ങനെ നോക്കുമ്പോൾ എന്താ വെച്ചാൽ ഈ മുമ്പ് പറഞ്ഞ പോലെയാണ് എന്നെ സംബന്ധിച്ച് ചരിത്രം എന്ന് പറയുന്നത് 1700 ഇത്രാമത്തെ കാലം ഇന്നയാൾ വന്നിട്ട് ഇന്ന സ്ഥലത്ത് ഇങ്ങനെ ഒരു കെട്ടിടം പണിതു, അല്ലെങ്കിൽ ഒരു കോട്ട കെട്ടി, അല്ലെങ്കിൽ ഒരിടത്ത് യുദ്ധം ചെയ്തു എന്ന് നമ്മൾ പഠിക്കുന്ന, വളരെ എക്സ്റ്റേണലായി നമ്മൾ പഠിക്കുന്ന, ടെക്സ്റ്റ് ബുക്കുകളിൽ പഠിക്കുന്ന ഒരു ഹിസ്റ്ററി മാത്രമല്ല. എന്നെ സംബന്ധിച്ച് ഹിസ്റ്ററി എന്ന് പറയുന്നത് മനുഷ്യരുടെ ജീവിതവുമായിട്ട് ചേർന്ന് കിടക്കുന്ന മുഴുവൻ കാര്യങ്ങളും ചേർന്നതാണ്. അപ്പോൾ അതിനകത്തുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് പലപ്പോഴും വിശ്വാസങ്ങളാണ്. മതപരമോ ജാതിപരമോ മറ്റേതെങ്കിലും തരത്തിൽ സാമുദായികമായിട്ട് ചേർത്ത് വയ്ക്കാവുന്ന വിശ്വാസങ്ങൾ ചരിത്രമായിട്ടാണ് ഞാൻ കാണുന്നത്. ഒരു മരിച്ചടക്കാവാം, ഒരു വിവാഹമാവാം. ഇപ്പോൾ വിവാഹം തന്നെ കേരളത്തിൻ്റെ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള പ്രദേശങ്ങൾ നമ്മളെടുത്താൽ നാനാജാതി വിഭാഗങ്ങൾക്കും അല്ലെങ്കിൽ പ്രധാന മതസ്ഥർക്കും പ്രാദേശികമായിട്ട് ഇതിൻ്റെ ചടങ്ങുകൾക്ക് വലിയ വ്യത്യാസമാണ്. അത് മരിച്ചടക്കിനായി കഴിഞ്ഞാൽ വിവാഹത്തിനായാലും ഓരോ കാര്യത്തിനായാലും. അതുകൊണ്ട് എന്നെ സംബന്ധിച്ച് അത് റിച്വലായിട്ടല്ല ഞാൻ കാണുന്നത്, മറിച്ച് ഹിസ്റ്ററി ആയിട്ടാണ്. ഒരു മനുഷ്യൻ അവൻ്റെ ചുറ്റുപാട് അവനുണ്ടാക്കുന്ന പ്രാദേശികമായ ഒരു ചരിത്രമാണത്. അതുകൊണ്ട് ഈ കഥാപാത്രങ്ങൾ ഉണ്ടാക്കുന്നൊരു സമയത്ത് എനിക്ക് വാക്കുകളോ ഏതെങ്കിലും തരത്തിലുള്ള ശൈലികളോ ഭാഷകളോ അല്ല വരിക, മറിച്ച് ഇവരുടെ ഈ ഒരു ആന്തരിക ജീവിതവും ബാഹ്യ ജീവിതവും സൃഷ്ടിച്ചെടുത്തിട്ടുള്ള ഒരു പ്രാദേശിക ചരിത്രമാണ് വരിക. പക്ഷെ അത് ഞാൻ എഴുതുന്ന കൃതിയിൽ വളരെ വ്യക്തമായ വിധത്തിൽ തെളിഞ്ഞു കാണണമെന്നില്ല. നിങ്ങൾ ആ കഥാപാത്രങ്ങളെ സൂക്ഷ്മമായി നിരീക്ഷിച്ചാൽ ആ കഥാപാത്രങ്ങളുടെ ഒരു വർത്തമാനത്തിൽ നിന്നോ അവരുടെ ഒരു പെരുമാറ്റത്തിൽ നിന്നോ അല്ല മറ്റൊരു കഥാപാത്രവുമായിട്ടുള്ള അവരുടെ ഒരു സംഘർഷത്തിലോ അത് വളരെ ക്ലിയറായിട്ട് വരും. അതുകൊണ്ട് ഞാൻ എൻ്റെ വായനയിൽ വിശ്വസിക്കുന്നത് ചരിത്രം എന്നുള്ളത് വാസ്തവത്തിൽ ലിറ്ററേച്ചറിൻ്റെ അടിത്തറയായിട്ടാണ്. പക്ഷേ അത് നമ്മൾ കാണുന്ന കൺവെൻഷനലായ പഠിച്ചു പോരുന്ന മറ്റുള്ളൊരു ചരിത്രമല്ല. അതും ആവശ്യമാണ്. പക്ഷേ അതിൻ്റെ ബേസ് എന്ന് പറയുന്നത് ശരിക്കും സാധാരണ മനുഷ്യരുടെ
സ്വപ്നങ്ങൾ എന്നെ സംബന്ധിച്ച് സ്വപ്നങ്ങൾ വരെ ചരിത്രമാണെന്നാണ് ഞാൻ പറയുക. ഒരു മനുഷ്യന് കാണുന്ന അയാളുടെ സ്വപ്നങ്ങൾ പോലും അയാളെ സംബന്ധിച്ചിട്ടുള്ള ഒരു ചരിത്ര വസ്തുതയാണ്. അതൊരു കഥാപാത്രമായിട്ട് സങ്കല്പിക്കാനും മാറ്റിയെടുക്കാനും വളരെ എളുപ്പമാണ്. എനിക്ക് അറിഞ്ഞുകൂടെ ഞാൻ പറഞ്ഞത് എത്രയുണ്ട് ക്ലിയർ ആയിട്ടുണ്ടാവും എന്നുള്ളത്. സമയത്തിൻ്റെ ഒരു പരിമിതി കൊണ്ട് ചുരുക്കി പറയാൻ നോക്കുന്നതിൻ്റെ ഒരു പ്രശ്നം ഉണ്ടാവാം. ഇനി നമുക്ക് ഓഡിയൻസിലേക്ക് പോകാം. നിങ്ങൾക്കുള്ള ചോദ്യങ്ങൾ നിങ്ങൾക്ക് ചോദിക്കാവുന്നൊരു സമയമാണ്. ഓഡിയൻസിന് ചോദിക്കാം. രണ്ട് ചോദ്യം, ഒന്ന് ഷാജികുമാറിനോടും ഒന്ന് സാറിനോടുമാണ്. കർത്താ സാറേ, ഷാജികുമാർ പറഞ്ഞു ഖസാക്കിൻ്റെ ഇതിഹാസത്തിൽ ഒരു ബദൽ ചരിത്രമാണെന്ന് പറഞ്ഞു. സാറ് പറഞ്ഞത് മഹാഭാരതം ആണ് ഏറ്റവും വലിയ ചരിത്രം. ഒന്ന് റിലേറ്റ് ചെയ്ത് പറയാമോ? എങ്ങനെ ഖസാക്ക് ഒരു ബദൽ ചരിത്രമാകുന്നു? സാറ് പറഞ്ഞ മാതിരി മഹാഭാരതം എന്തുകൊണ്ട് ഏറ്റവും വലിയ ചരിത്രമാകുന്നു? ഞാൻ ബദൽ ചരിത്രം എന്നല്ല പറഞ്ഞത്. ചരിത്രത്തിൻ്റെ ആഖ്യാനം ഖസാക്കിൻ്റെ ഇതിഹാസത്തിലൊക്കെ ഉണ്ട് എന്നാണ്. അതായത് ഇപ്പോൾ ഉറൂബിൻ്റെ സുന്ദരികളും സുന്ദരന്മാരും, പിന്നെ ബഷീറിൻ്റെ കൃതികൾ, തകഴിയുടെ കൃതികൾ, ഇപ്പോൾ പുറത്തിറങ്ങിക്കൊണ്ടിരിക്കുന്ന നോവലുകൾ ഒക്കെ അതിൽ ഈ കാലത്തിൻ്റെ ഒഴിവാക്കപ്പെട്ട മനുഷ്യരുടെ കാൽപ്പാടുകൾ ആഖ്യാനത്തിലൂടെ തെളിഞ്ഞു കാണുന്നുണ്ടെന്നാണ് ഞാൻ പറഞ്ഞത്. സാർ, ചന്ദ്ര സാറിനോട് സാർ, ഈ നോവലിൻ്റെ സൈസ് ഇപ്പോൾ ക്രിക്കറ്റിലെ 2020 ഫോർമാറ്റ് വന്നു. നമുക്ക് ടെസ്റ്റ് ക്രിക്കറ്റ് ബോറടിച്ച് എത്രയും സമയം ഇരിക്കാൻ പറ്റില്ല. കഥകളി 1 മണിക്കൂറിലേക്ക് ചുരുങ്ങി. അതുപോലെ നോവലിൻ്റെ ഇത് ലെങ്തില്ലേ, അത് ഒന്ന് കുറച്ച് കൊണ്ടുവന്നു. പ്രത്യേകിച്ച് ADD, അതായത് അറ്റൻഷൻ ഡെഫിസിറ്റ് ഡിസോർഡർ ഉള്ള ഈ കാലത്ത് ഇത്രയും വലിയ ലെങ്തി ആയിട്ട് ഈ അറബിപ്പൊന്ന് പോലുള്ള ഒരു നോവലിൻ്റെ കാര്യമുണ്ടോ? സുസ്മേഷ് പറയുന്നതിന് മുമ്പ് അദ്ദേഹം എന്നോട് ചോദിച്ചാൽ ഞാനൊരു മറുപടി പറഞ്ഞാണ്. അതായത് മഹാഭാരതം ചരിത്രമാണെന്നല്ല ഞാൻ പറഞ്ഞത്. 3300 വർഷം മുമ്പത്തെ ഇന്ത്യയുടെ ഒരു വിവരം അറിയണമെങ്കിൽ നമുക്ക് ഏറ്റവും പ്രശസ്തമായിട്ടും ഏറ്റവും അവൈലബിളായിട്ടും ഏറ്റവും പ്രോമിനൻ്റായിട്ട് നിൽക്കുന്ന മഹാഭാരതമാണെന്നാണ്. അത് ചരിത്രമാണെന്നല്ല പറഞ്ഞത്. പക്ഷേ അക്കാലത്ത് എഴുതിയൊരു ചരിത്ര പുസ്തകം ഏതാണ് പെട്ടെന്ന് ചോദിച്ചാൽ നമുക്കൊരു പേര് പറയാനില്ല. ഉണ്ടോ? അത് ഫിക്ഷൻ്റെ ഒരു ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു സെക്കൻഡ്. അതായത് ഈ കഴിഞ്ഞ ദിവസം വൈക്കത്ത് തലയോലപ്പറമ്പിലൊരു പഴയ നാലുകെട്ടിന് തീ പിടിച്ചു, കത്തിപ്പോയി. അപ്പോൾ നമ്മുടെ പത്രത്തിൽ അതിൻ്റെ വാർത്ത കൊടുത്തിരുന്നു. ആ വാർത്തയോടൊപ്പം 2 ചിത്രങ്ങളുണ്ടായിരുന്നു. ഒന്ന് ഈ തറവാട് കത്തിപ്പോകുന്നതിന് മുമ്പ് ഉള്ള ഒരു ചിത്രം, പിന്നെ കത്തിയ ശേഷം ഉള്ള ചിത്രം. കത്തിക്കാൻ ഉപയോഗിച്ച ചൂട്ടുകറ്റയും കാണാം. രണ്ടാമത്തെ ചിത്രത്തിൻ്റെ അടിക്കുറിപ്പിൽ ഇങ്ങനൊരു വിവരം ഉണ്ടായിരുന്നു. അപ്പോൾ അന്ന് ഒരു ഫോൺ കോൾ വന്നു. നിങ്ങൾ ഇങ്ങനെ ഒരു വാക്ക് പത്രത്തിൽ കൊടുത്തിരിക്കുന്നു, ചൂട്ടുകറ്റയും കാണാം. എന്താണ് ചൂട്ടുകറ്റ? ഇങ്ങനെ മനുഷ്യന് മനസ്സിലാവാത്ത വാക്കുകൾ നിങ്ങൾ എന്തിന് പത്രത്തിൽ കൊടുക്കുന്നു? അതാണ് ചോദ്യം. അപ്പോൾ നമുക്ക് പറയാൻ ഉത്തരവില്ല. അതായത് നമ്മൾ പ്രകാശത്തിൻ്റെ സ്രോതസ്സായിട്ട് ടോർച്ച് വരുന്നതിന് മുമ്പ് നമ്മൾ ഉപയോഗിച്ചിരുന്ന സാധനം ചൂട്ടുകറ്റ. ഇപ്പോഴും പത്തനംതിട്ടയിലെ സ്ഥലങ്ങളിൽ 27 പടയണിയുണ്ട്. പടയണികളിൽ ചൂട്ടുപടയണി ഒരു സംഭവമാണ്. അപ്പോൾ ചൂട്ടുകറ്റ നമ്മുടെ സംസ്കാരത്തിൻ്റെ ഭാഗമാണ്. നോവലില്ലെങ്കിൽ തെയ്യത്തിനുണ്ട്. ചൂട്ടുകറ്റ എന്ന് പറഞ്ഞാൽ മലയാളിയുടെ സംസ്കാരത്തിൻ്റെ ഭാഗമാണ്. നോവലില്ലെങ്കിൽ, ഇതുപോലുള്ള നാടൻ കലകളില്ലെങ്കിൽ ഈ ചൂട്ടുകറ്റ എന്ന് പറഞ്ഞാൽ എത്ര പെട്ടെന്ന് നമ്മുടെ ഈ സമൂഹത്തിൽ നിന്ന് പോകും. അപ്പോൾ ശരിക്കും ഫിക്ഷൻ്റെ പ്രസക്തി, ഇപ്പം നോവലിൻ്റെ ആയാലും, ഞങ്ങൾ 3 പേര് നോവൽ എഴുതുന്നതുകൊണ്ട് നോവൽ നമ്മൾ പറയുന്നേ ഉള്ളൂ. ഏത് തരത്തിലുള്ള ഒരു ഫിക്ഷൻ്റെയും പ്രസക്തി നമ്മളെ വേരുകളിലേക്ക്, നമ്മുടെ സംസ്കാരത്തിലേക്ക്, നമ്മുടെ ചരിത്രത്തിലേക്ക്, ദേശത്തിൻ്റെ ചരിത്രം അതടക്കം എല്ലാത്തിലേക്കും ഭൂതകാലത്തിലേക്ക് കൊണ്ടുപോകുന്ന അക്ഷയ ഖനികളാണ്. അതുകൊണ്ടാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത് ആർക്കൈവിംഗ് ആണ് ചെയ്യുന്നതെന്ന്. കാലത്തെ ആർക്കൈവിംഗാണ് നോവലുകൾ ചെയ്യുന്നത്. പത്രപ്രവർത്തനത്തിൻ്റെ ചോദിച്ചുകൊണ്ട് പത്രപ്രവർത്തനം അന്ന് കഴിഞ്ഞു. അപ്പോൾ ഈ ചൂട്ടുകറ്റ എന്നുള്ള വാക്ക് പുതിയ കാലത്ത് ആളുകൾക്ക് അറിയത്തില്ലെങ്കിൽ, നമ്മൾ നോവലുകളും ഈ പടയണിയൊന്നും ഇല്ലായിരുന്നുവെങ്കിൽ ഇതിനെക്കാട്ടി മുമ്പേ ചൂട്ടുകറ്റ എന്നുള്ള വാക്ക് അപ്രത്യക്ഷമായേനെ. മൊബൈലിൽ ടോർച്ച് വന്നപ്പോൾ തന്നെ അത് പോയേനെ. ഓക്കെ, എനിക്ക് അറിഞ്ഞൂടാ അതിന് ഉത്തരം പറയാം. എന്താണെന്ന് വെച്ചാൽ ഓരോരുത്തരും അവരവരുടെ അനുഭവ എക്സ്പീരിയൻസിൽ നിന്നാണ് എഴുതുന്നത്. എല്ലാ പ്രവൃത്തിയും പോലെ തന്നെ എക്സ്പീരിയൻസാണ് നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഞാൻ എൻ്റെ ആദ്യം എഴുതുന്ന കഥ 92 മറ്റാണ് അത് വരുന്നത്. ആ കഥ ഇങ്ങനെ ഇത്രയും വലിപ്പമേ ഉള്ളൂ എന്ന് പറഞ്ഞൊരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ എന്ന് പണ്ട് പറയും. ഇന്നങ്ങനെ ഒരു ഉണ്ടോ എന്ന് എനിക്കറിയില്ല. അത്രമാത്രം വലിപ്പം ഉണ്ടായിരുന്നൊരു കൊച്ചു കഥയാണ്. ഒരു ഇല്ലൻ്റ് മാസികയിൽ എൻ്റേതായിട്ട് ആദ്യം വരുന്നത്. അപ്പോൾ അവിടെ നിന്ന് ഞാൻ
എനിക്ക് എന്നെക്കുറിച്ച് പറയാൻ ഒട്ടും ഇഷ്ടമല്ല. പക്ഷേ ഈ ഒരു ചോദ്യം അങ്ങനെ വലിപ്പം, നോവലിൻ്റെ വലിപ്പം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഇതിലേക്ക് വരുന്നു. 1112 പേജുള്ള ഒരു നോവലിലേക്ക് എഴുതാൻ ഞാൻ എത്തിയത് ഈ ഇത്ര വലിപ്പം വരുന്നൊരു കൊച്ചു കഥയിൽ നിന്നാണ്. അപ്പോൾ അതൊരു എക്സ്പീരിയൻസാണ് എന്നെ സംബന്ധിച്ച്. ഓരോന്ന് എഴുതി വരുമ്പോഴും വലുതാവുന്നത് നമ്മൾ അതിൽ കൊടുക്കുന്ന ആത്മാർപ്പണം, നമ്മുടെ ഒരു സമർപ്പണം, നമ്മളതിൽ നടത്തുന്ന പഠനം, നമ്മൾ അതിനോട് കാണിക്കുന്ന സ്നേഹം, നമ്മൾ ആഗ്രഹിക്കുന്ന വലിപ്പം, നോവലിൻ്റെ വലിപ്പമല്ല, നമ്മൾ ആ എഴുത്ത് അല്ലെങ്കിൽ ലിറ്ററേച്ചർ എന്നതിനോട് നമ്മൾ കാണിക്കുന്ന ആഗ്രഹങ്ങളുടെ ഒരു വലിപ്പം, ഇതൊക്കെ കൂടി ചേർന്നിട്ട് നമ്മുടെ എക്സ്പീരിയൻസ് സൃഷ്ടിക്കുന്ന ഒന്നാണ് ഈ പലപ്പോഴും കൃതികളുടെ ഉള്ളടക്കത്തിൻ്റെ വലിപ്പം. 1. 2, പ്രമേയം ആവശ്യപ്പെടുന്നതാണ്. ചില പ്രമേയം നമുക്ക് വലിച്ചു വരുത്തി പറയാൻ കഴിയില്ല. അത് നമുക്ക് 5 പേജിലോ 50 പേജിലോ ഒക്കെ ആയിട്ടേ പറയാൻ കഴിയുമോ. 3ാമത്തെ ഒരു കാര്യം, വലിപ്പത്തെ നിർണ്ണയിക്കുന്ന ഒന്ന് എന്ന് പറയുന്നത് നമ്മൾ അതിനകത്തേക്ക് എന്തെല്ലാം കാര്യങ്ങൾ ബാഹ്യമായി ചേർക്കുന്നു എന്നുള്ളത്. ഇപ്പോൾ ഒരു കുടുംബകഥ പറയുന്നു, ഞാനിവിടെ ഉദാഹരണം മുമ്പ് പറഞ്ഞല്ലോ. ഏത് രാജ്യത്തെയും ഏത് ഭാഷയിലും നടക്കുന്ന അച്ഛനും അമ്മയും 2 മക്കളും ഉള്ള ഒരു 4 പേരുള്ള ഒരു വീട്ടിലെ കഥ നമ്മൾ പറയുകയാണെങ്കിൽ നമുക്ക് ആ 4 പേരുടെ മാത്രം ആന്തരിക വിനിമയങ്ങൾ കൊണ്ട് ആ കഥയുണ്ടാക്കാം. അവരുടെ 4 പേരുടെ മാനസിക വിചാരങ്ങൾ കൊണ്ടുണ്ടാക്കാം. കുറച്ച് നമ്മൾ പുറത്തേക്ക് കടന്നു കഴിഞ്ഞാൽ അവരുടെ സാമ്പത്തിക ചുറ്റുപാടുകൾ കൊണ്ട് ആ കഥയുണ്ടാക്കാം. കുറച്ചും കൂടി നമ്മൾ വിപുലപ്പെടുത്താൻ ആഗ്രഹിച്ചാൽ നമുക്ക് അവരുടെ സാമൂഹിക ചുറ്റുപാടുകൾ കൊണ്ട് ആ കഥയുണ്ടാക്കാം. അപ്പോൾ അയൽപക്കങ്ങൾ കയറി വരും, മറ്റാളുകൾ വരും, ബന്ധുജനങ്ങൾ വരും. കുറച്ചും കൂടി നമ്മൾ ഇതിനെ വിപുലപ്പെടുത്താൻ തീരുമാനിച്ചാൽ അവരുടെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ കൊണ്ട്, ആ രാജ്യത്തിൻ്റെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ കൊണ്ട് ആ കഥ പറയാൻ സാധിക്കും. തീർച്ചയായിട്ടും അപ്പോൾ അത് ആ രാജ്യത്തിൻ്റെ രാഷ്ട്രീയമായിട്ട് മാറും. അവർ നേരിടുന്ന സാമൂഹിക പ്രശ്നങ്ങൾ അതിനകത്തേക്ക് വരും. നമുക്കതിനെ കുറച്ചും കൂടി വിപുലപ്പെടുത്തി കഴിഞ്ഞാൽ ഈ 4 പേരടങ്ങുന്ന കുടുംബം ഉൾക്കൊള്ളുന്ന, രാജ്യം ഉൾക്കൊള്ളുന്ന ഒരു മൊത്തം ലോകരാഷ്ട്രത്തെ ചേർത്തുകൊണ്ട് പറയാൻ നമുക്ക് പറ്റും. അപ്പം ഇങ്ങനെ ഏത് പ്രമേയത്തെയും നമുക്ക് ഏത് വിധത്തിൽ വേണമെങ്കിലും കൈകാര്യം ചെയ്യാം. അത് ആ പ്രമേയം ആവശ്യപ്പെടുന്ന വിധത്തിൽ എന്ത് വേണമെന്ന് നമ്മൾ തീരുമാനിക്കുന്നിടത്താണ് ഒരു കൃതിയുടെ വലിപ്പം രൂപപ്പെടുന്നത്. കഥ എഴുതുമ്പോഴും അങ്ങനെ തന്നെ. ചില കഥകൾ നമുക്ക് 1 പേജിലേ പറയാൻ പറ്റുള്ളൂ, അത്ര മതി അതിന്. പക്ഷെ മറിച്ച് ചില കഥകൾ 10, 15, 18 പേജിലൊക്കെ ആയിട്ട് പറയേണ്ടി വരും. ഇപ്പം നമ്മൾ ലോകത്ത് ഏറ്റവും നന്നായിട്ട് കഥകളുണ്ടാകുന്ന അമേരിക്കയിലാണെന്നാണ് പണ്ട് തൊട്ട് പറയുന്നത്. അമേരിക്കൻ ലിറ്ററേച്ചർ നമ്മളിപ്പോൾ വായിക്കുമ്പോൾ പോലും ഒരു കഥയുടെ ദൈർഘ്യം എന്ന് പറയുന്നത് 30-35 പേജുകളാണ്. അപ്പോൾ പണ്ടും അതെ, 10-250 വർഷം മുമ്പ് എഴുതിയിട്ടുള്ള ഫ്രഞ്ചിലും റഷ്യനിലും പിന്നെ ഇംഗ്ലീഷിലുമൊക്കെ വന്നിട്ടുള്ള കഥകളുടെ വലിപ്പം എന്ന് പറയുന്നത് അന്നത്തെ കാലത്ത് 30-35 പേജുകളാണ്. പേജുകളുടെ വലുപ്പമല്ല, ആ കഥയുടെ ക്രാഫ്റ്റാണ് ഇതിനകത്ത് ഏറ്റവും പ്രധാനമായിട്ട് മാറുന്നത്. ഒരു വിഷയം നോവലായാലും കഥയായാലും നിങ്ങൾ പറയുമ്പോൾ അതിൻ്റെ ക്രാഫ്റ്റ് നിങ്ങൾ തീരുമാനിക്കുന്നിടത്താണ് അത് വായനക്കാരന് മനസ്സിലാവുന്ന വിധത്തിലേക്ക് വരിക. അതായത് ഒരു പ്രമേയം ഒരു കഥയാണെന്ന് കരുതി 10 പേജിൽ പറയേണ്ട കാര്യമില്ല, 100 പേജിലും പറയാം. പക്ഷേ ഒരു കഥ ഡിമാൻഡ് ചെയ്യുന്ന ചില അലിഖിത നിയമങ്ങളുണ്ട്. ആ അലിഖിത നിയമങ്ങളാണ് ആ കഥയുടെ ക്രാഫ്റ്റിന് രൂപപ്പെടുന്നത്. അത് നമ്മൾ പാലിക്കണം, അല്ലെങ്കിൽ ശീലിക്കണം. അങ്ങനെ ശീലിക്കാൻ പറ്റിക്കഴിഞ്ഞാൽ ഒരു കഥയുടെ ഫ്രെയിമിനകത്ത് നിന്നുകൊണ്ട് 100 പേജുള്ള കഥ ഉണ്ടാക്കാൻ പറ്റും. ഇത് നോവലിനും ബാധക. നോവലിലേക്ക് വരുമ്പോൾ ഇതിൻ്റെ അടുത്ത സ്റ്റെപ്പിലേക്ക് കടക്കുന്നു മാത്രം. അപ്പോൾ ഈ ക്രാഫ്റ്റ് നമുക്ക് വേണ്ട പോലെ മനസ്സിലായില്ല എന്നുണ്ടെങ്കിലാണ് ചില കഥകൾ വായിക്കുമ്പോൾ ആളുകൾ പറയും ഇത് നോവൽ പോലെ ആയിപ്പോയി, അല്ലെങ്കിൽ ഒരു നീണ്ട കഥ പോലെ ആയിപ്പോയി എന്നെല്ലാമുള്ള അഭിപ്രായങ്ങൾ വരുന്നത് അതുകൊണ്ടാണ്. അതുകൊണ്ട് വലിപ്പം എന്നുള്ളത് എഴുത്തുകാരൻ്റെ ഒരു തീരുമാനമാണ്, പ്രമേയത്തിന്മേലുള്ള ഒരു തീരുമാനമാണെന്നാണ് എനിക്ക് പറയാൻ തോന്നുന്ന മറുപടി. ശ്രീ സുഷ്മേഷ് ചന്ദ്രോത്തിനോടാണ് എൻ്റെ ചോദ്യം. അങ്ങയുടെ ധാരാളം കഥകൾ ഞാൻ വായിച്ചിട്ടുണ്ട്. വളരെ വളരെ ഇഷ്ടപ്പെട്ട ഒരു എഴുത്തുകാരനാണെന്ന് ഞാൻ അഭിമാനപൂർവ്വം പറയുകയാണ്. ഇപ്പോൾ ഞാൻ ചോദിക്കുന്ന അതല്ല. അങ്ങ് പറഞ്ഞു അങ്ങയ്ക്ക് ഭാഷയുടെയോ നാടിൻ്റെയോ കെട്ടുപാടുകൾ, അതിർവരമ്പുകളില്ലാതെയാണ് എഴുതുന്നത് എന്ന് പറഞ്ഞു. പക്ഷേ അങ്ങയുടെ പേരിൽ തന്നെ സുഷ്മേഷ് ചന്ദ്രോത്ത് എന്നുണ്ട്. അപ്പോൾ ആ ഒരു അടയാളം എപ്പോഴും നിങ്ങളുടെ പ്രവൃത്തികളിലും പഠനങ്ങളിലും എഴുത്തുകളിലും എല്ലാം നിഴലിക്കുന്നില്ലേ എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. ഇല്ല എന്നുള്ളതാണ് എൻ്റെ ഉത്തരം. കാരണം ഈ എൻ്റെ പേരിലുള്ള സർനെയിം അച്ഛൻ്റെ വീട്ടുപേരാണ്, അത് കണ്ണൂരാണ്. പക്ഷേ എൻ്റെ സാഹിത്യ ജീവിതത്തിൽ ഇന്ന് വരെയും ഞാൻ കണ്ണൂർ ആസ്പദമാക്കിയിട്ടുള്ളൊരു കഥ പോലും എഴുതിയിട്ടില്ല, ഒരു തെയ്യം കഥ പോലും എഴുതിയിട്ടില്ല. സാധാരണ കണ്ണൂർ തന്നെ വരുന്ന കഥകൾ എഴുതിയിട്ടില്ലെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. അത് മാത്രമല്ല, ഞാൻ ജീവിച്ച പല പല സ്ഥലങ്ങളിൽ ജീവിച്ചു. കേരളത്തിൽ തന്നെ 4, 5, 6 സ്ഥലങ്ങളിൽ വർഷങ്ങളോളം ജീവിച്ചു. ഇപ്പോൾ കേരളത്തിന് വെളിയിൽ ജീവിക്കുന്നു. കേരളത്തിന് വെളിയിൽ തന്നെ 2 സ്ഥലങ്ങളിൽ ആണ് ഞാൻ വർഷങ്ങളോളമായിട്ട് താമസിക്കുന്നത്. അപ്പോൾ എൻ്റെ ഒരു ഇതുവരെയുള്ള ഒരു ജീവിത പരിചയത്തിൽ ഞാൻ പരിചയിച്ച സ്ഥലങ്ങൾ വേറെയാണ്. ഞാനിപ്പോൾ പറയുന്ന നിങ്ങളാരും തെറ്റിദ്ധരിക്കുകയില്ലെങ്കിൽ 5ഓളം ഭാഷകളിലൂടെ കടന്നു പോകുന്നുണ്ട് ഞാൻ. അത് ആ 5 ഭാഷ എനിക്ക് അറിഞ്ഞിട്ടല്ല. പക്ഷേ ഞാൻ കൊൽക്കത്തയിൽ താമസിക്കുന്നു, ബാംഗ്ലൂർ താമസിക്കുന്നു, കേരളത്തിൽ വരുന്നു. അപ്പോൾ ഈ 3 സ്ഥലങ്ങളിലൂടെ ഞാൻ ജീവിക്കുമ്പോൾ ഞാൻ കാണുന്ന മനുഷ്യരെ മാത്രമാണ്. സത്യസന്ധമായിട്ട് ഞാൻ പറയുക, മനുഷ്യരുടെ അവസ്ഥകളെ ഞാൻ കാണുന്നുള്ളൂ. അവരുടെ ഏതെങ്കിലും തരത്തിലുള്ള ഭിന്നഭാവങ്ങളെ ഞാൻ മനസ്സിലാക്കുന്ന പോലുമില്ല. അതായത്
പ്രത്യക്ഷത്തിലുള്ള മനസ്സിലാക്കലുകളെ അല്ല, അത് ഞാൻ അറിയുന്നുണ്ട്. കാരണം ബാംഗ്ലൂർ വരുമ്പോൾ വളരെ പെട്ടെന്ന് മാറും, ദക്ഷിണേന്ത്യയുടെ കൾച്ചറിലേക്ക് വരും. കൊൽക്കത്തയിൽ ചെന്ന് കഴിയുമ്പോഴത്തേക്കും വളരെ പെട്ടെന്ന് നോർത്ത് ഇന്ത്യയുടെ മറ്റ് ജീവിത സാഹചര്യങ്ങളിലേക്ക് മാറും. ഭാഷ മാറുന്ന പോലെ മണം മാറും, സ്ട്രീറ്റിൻ്റെ മണം മാറും. ബാംഗ്ലൂരിലുള്ള മണമല്ല കൊൽക്കത്തയിൽ ചെല്ലുമ്പോൾ. പക്ഷെ ഞാൻ കാണുന്നത് ഇതിൻ്റെ അപ്പുറത്ത് ഈ മനുഷ്യരെ മാത്രമാണ്. കാരണം അവരെന്നെ സംബന്ധിച്ചിടത്തോളം കുറച്ച് ക്രൂരമായി പറഞ്ഞാൽ കഥാപാത്രങ്ങളാണ്. ഒരു സ്വാർത്ഥതയോടുകൂടി പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യരെ ഞാൻ കാണുന്ന കഥാപാത്രങ്ങളായിട്ട്. കാരണം എനിക്ക് ജീവിക്കാനുള്ള ഉപാധികൾ അവരാണ്. അവരുടെ വിഭിന്ന ഭാവങ്ങളും വ്യത്യസ്തമായ മാനസികാവസ്ഥകളും ഒരിക്കലും അവർ സഞ്ചരിക്കുകയില്ല എന്ന് നമ്മൾ കരുതുന്ന വഴികളിലൂടെ അവർ പോണതിനെ ഞാൻ പിന്തുടരുന്നതും ആണ് കഥാപാത്രങ്ങളായിട്ട് എനിക്ക് മുമ്പോട്ടിടാൻ പറ്റുന്നത്. അതുകൊണ്ട് എനിക്ക് ഒരു സ്ഥലത്തോ ഒരു കാലത്തോ ഒരു ഭാഷയിലോ നിൽക്കാൻ കഴിയില്ല. ഈ ഇത്രയും ഭാഷകൾ കേൾക്കുന്നുണ്ട്, ഇതിനകത്തൂടി പോകുന്നത് കൊണ്ടുമാണ് ഞാൻ പറഞ്ഞത് എനിക്ക് പ്രത്യേകിച്ചൊരു ശൈലിയോടോ ഒരു ഭാഷയുടെ ഒരു വാക്കുകളോടോ അങ്ങനെ ഒരു മമതയില്ല. മലയാളമാണ് മികച്ചതെന്നോ കന്നഡയാണ് മികച്ചതെന്നോ ബംഗാളിയാണ് മികച്ചതെന്നോ ഇംഗ്ലീഷാണ് മികച്ചതെന്നോ എനിക്ക് പറയാനേ കഴിയില്ല. ഈ ഭാഷയൊക്കെ നിലനിൽക്കുമെന്നും എനിക്ക് പറയാൻ കഴിയില്ല. ഇതെല്ലാം പരുവപ്പെട്ടുകൊണ്ടേയിരിക്കും. മനുഷ്യർ മാറുന്നതിനനുസരിച്ച്, കാലം മാറുന്നതിനനുസരിച്ച് ഇതെല്ലാം നഷ്ടപ്പെടുകയോ വീണ്ടെടുക്കപ്പെടുകയോ ചുരുങ്ങുകയോ ഇല്ലാതാകുകയോ ചെയ്യും. അതുകൊണ്ട് അങ്ങനെയുള്ള സെൻറ്റിമെൻറ്റ്സ് എനിക്കില്ല. വ്യക്തിജീവിതത്തിൽ എനിക്ക് സെൻറ്റിമെൻറ്റ്സ് ഇല്ല. അത് പറയുമ്പോൾ നിങ്ങൾക്കത് മോശമായിട്ട് തോന്നിയേക്കാം, പക്ഷെ സത്യം പറയാനാണ് എനിക്കിഷ്ടം. വ്യക്തിജീവിതത്തിൽ ഞാൻ ഒന്നിനോടും സെൻറ്റിമെൻറ്റ്സ് പുലർത്തുന്ന ആളല്ല. കാരണം സെൻറ്റിമെൻറ്റ്സുകൾ നമ്മളെ വലയ്ക്കും, സെൻറ്റിമെൻറ്റ്സുകൾ നമ്മളെ പരിമിതപ്പെടുത്തും. നമ്മളൊരു ചെറിയ സ്പേസിനകത്ത് നിൽക്കാൻ, മാനസികമായിട്ടും ഭൗതികമായിട്ടും നിൽക്കാൻ നമ്മളെ പ്രേരിപ്പിക്കും. അതെനിക്കിഷ്ടമല്ല. അതാണ് എൻ്റെ കാര്യം. കഴിഞ്ഞായിരുന്നോ? അല്ല, ഞാൻ കളിയാക്കാൻ ഉദ്ദേശിച്ചതല്ല. അത് 2 തവണയായിട്ട് ഞാൻ എണീക്കണം. ഞാൻ ദക്ഷിണ, ഞാൻ 8ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. എനിക്ക് 2 ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഒന്നാമത്തെ സുസ്മേഷ് സാറിൻ്റെ അടുത്താണ്. ഇതിപ്പോൾ ഞങ്ങൾ ടീനേജേഴ്സ്, അതായത് കൂടുതൽ ഇൻസ്റ്റ റീൽസൊക്കെ കാണുന്നവരാണ്. പ്രത്യേകിച്ച് ഞാൻ കാണുന്നതുകൊണ്ടാണ് പറയുന്നത്. ഒരു റീൽ എടുക്കുമ്പോൾ തന്നെ അതൊരു 30 സെക്കൻഡൊക്കെ ഉണ്ടാവും. അതാണെങ്കിൽ പോസിറ്റീവായാലും നെഗറ്റീവായാലും നമ്മളത് കാണുന്ന അതിൻ്റെ അടുത്തയിലേക്ക് പോകുന്നു. അങ്ങനെ പോയി നമ്മളിപ്പോൾ വളരെ ചെറിയ കാര്യങ്ങളാണ് കൂടുതലും ഇൻട്രസ്റ്റ് ആയിട്ട് എടുക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു വലിയൊരു നോവൽ, അതായത് മലയാളത്തിലത്തെ തന്നെ 2ാമത്തെ വലിയ നോവലാണല്ലോ വിലാസിനിയുടെ അവകാശികൾ, ഞാൻ വായിച്ചിട്ടുള്ളതുകൊണ്ട് എനിക്ക് ഈ പുസ്തകം എന്തായാലും വായിക്കാൻ എനിക്ക് കഴിയും. പക്ഷേ എന്നെപ്പോലെയുള്ള എൻ്റെ കൂടെയുള്ള ഒരുപാട് ഫ്രണ്ട്സ് നന്നായിട്ട് വായിക്കുന്നവരുണ്ട്. പക്ഷേ ഇത്രയും വലിയൊരു നോവലിനെ കുറിച്ച് ഞാൻ ഒരു കുട്ടീൻ്റെ അടുത്ത് ചോദിച്ച് അവളുടെ അഭിപ്രായം കേട്ടിട്ടാണ് പറയുന്നത്. ഇത്രയും വലിയ നോവൽ എന്നെക്കൊണ്ട് എങ്ങനെ വായിക്കാൻ കഴിയും? എനിക്ക് സമയമില്ലല്ലോ, ഞാൻ എങ്ങനെ വായിക്കും? ഇങ്ങനൊരു പുസ്തകം എഴുതുമ്പോൾ ഇങ്ങനൊരു ആശങ്ക ഉണ്ടായിരുന്നില്ലേ? ഇല്ല, ഒരു പുസ്തകം എഴുതുമ്പോഴും നമ്മൾ അങ്ങനെ ആശങ്കപ്പെടുന്നില്ല. ഞാനോ ഷാജികുമാറോ രവിവർമ്മയോ ഒന്നും അങ്ങനെ വിചാരിക്കുമെന്ന് ഞാൻ കരുതുന്നില്ല. എഴുത്തുകാരൻ്റെ മുമ്പിൽ വായനക്കാരനോ പബ്ലിഷറോ അതിൽ നിന്ന് ഇടുന്ന റോയൽറ്റിയോ ഒന്നുമില്ല. സത്യസന്ധമായിട്ടും ഒരാൾ അഭിപ്രായം പറയുകയാണെങ്കിൽ അങ്ങനെയായിരിക്കും. എഴുതുന്ന സമയത്ത് ആ കൃതി എങ്ങനെ നന്നാക്കാം എന്നുള്ള വേവലാതി മാത്രമേ എഴുത്തുകാരൻ്റെ മുമ്പിൽ ഉണ്ടാവുള്ളൂ. അതിനാവശ്യമായിട്ടുള്ള ഹോംവർക്ക് ചെയ്യുക, അത് ചെയ്യുക എന്നുള്ളത്. വഴിച്ചൻ്റെ എഴുതുമ്പോൾ ഞാൻ ഈ പറഞ്ഞത് തന്നെയാണ് അതിൻ്റെ ഉത്തരം. ആരെയും കണ്ടിട്ടോ ആർക്കെങ്കിലും വേണ്ടിയോ ഒരു 2ാം സ്ഥാനത്തിന് വേണ്ടിയോ ഒന്നുമല്ല. നിങ്ങളെ പുസ്തകം വായിച്ചാൽ മനസ്സിലാകും, ആ പുസ്തകത്തിൽ അതിൽ കൂടുതൽ പറയാനുണ്ട്. അതിലും വലുതായാൽ ബുദ്ധിമുട്ടാകുമെന്നുള്ളതുകൊണ്ട് ഞാൻ ചുരുക്കിയതാണ് വാസ്തവത്തിൽ. അപ്പോൾ പ്രമേയമാണ് ഒരു വലിപ്പം തീരുമാനിക്കുന്നത്. അത് ഒരു 50 വർഷത്തോളം നീണ്ട ഒരു മനുഷ്യൻ്റെ ജീവിതമാണ്. അയാൾ ജനിക്കുന്നതിന് ഒരു 6-7 കൊല്ലം മുമ്പുള്ളത് തൊട്ട് കൂട്ടിയാൽ 50 വർഷം വരെയുള്ള ഒരു മനുഷ്യൻ്റെ ഒരു കാലഘട്ടമാണ്. അതിലും വലുതാകുമായിരുന്നു. അവസാന ഭാഗമൊക്കെ ആ നോവൽ വായിച്ചാൽ മനസ്സിലാകും. ഞാൻ ചുരുക്കിയത് ശ്രദ്ധിച്ച് വായിക്കുന്നവർക്ക് മനസ്സിലാകും. പരത്തി കുറച്ചും കൂടി പറയാനുണ്ടായിരുന്നു. ഇതിലും വലുതായെങ്കിൽ എങ്ങനെയെന്ന് കരുതിയിട്ടാണ്. പക്ഷേ സന്തോഷം എന്താണെന്ന് വെച്ചാൽ 7 ദിവസം കൊണ്ട് ആ നോവൽ വായിച്ച് തീർത്ത 10-ൽ കൂടുതൽ ആളുകളുണ്ട്. അതൊരു വലിയ സന്തോഷം എനിക്കത് പറയുമ്പോഴും എനിക്കത് ഫീൽ ചെയ്യുന്നുണ്ട്. 7 ദിവസം കൊണ്ട് 1112 പേജ് വായിക്കാൻ 10-ലധികം ആളുകൾ ഉണ്ടായി എന്നുള്ളത് ഒരു വലിയ സന്തോഷമാണ്. 12 ദിവസമാണ് ശരാശരി ആ പുസ്തകം വായിക്കാൻ എന്നോട് അത് റിപ്ലൈ ചെയ്ത വായനക്കാരെടുത്ത സമയം. 12 ദിവസം കൊണ്ട് ആണ് ഭൂരിപക്ഷം ആളുകളും വായിച്ചത്. പിന്നെ 2 ആഴ്ച 3 ആഴ്ച ഒക്കെ എടുത്ത് വായിച്ച ആളുകൾ വേറെയുണ്ട്. പക്ഷേ പുസ്തകം വായിക്കാൻ ആളുണ്ട്. വലിപ്പമല്ല, അതിനകത്തെ കണ്ടൻറ്റാണ് ആളുകളെ ആകർഷിക്കുന്നത്. അത് 100 പേജുള്ളതാണോ 2000 പേജുണ്ടോ എന്നുള്ളതൊരു വിഷയമല്ല. ഇപ്പം നമ്മൾ സെർവാൻറ്റിസിൻ്റെ പുസ്തകം നമ്മളിപ്പോഴും വായിക്കുന്നു. ഡോൺ കിക്സോട്ട് എന്ന് നമ്മൾ പറയുന്ന ഡോൺ കിഹോട്ടെ എന്ന് മറ്റാണ് എൻ്റെ ഉച്ചാരണം. ആ പുസ്തകം നമ്മളിപ്പോഴും വായിക്കുന്നത്. എന്നെ ഏറ്റവും അത്ഭുതപ്പെടുത്തിയ പുസ്തകം, എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു പുസ്തകമാണ്. ആ വലിപ്പത്തിൻ്റെ, ഞാൻ പേജുകളുടെ എണ്ണമല്ല, അതിൻ്റെ കണ്ടൻറ്റിൻ്റെ വലിപ്പത്തിലേക്ക് എത്തണമെന്ന് പറഞ്ഞാൽ ഞാനൊക്കെ ഒരു 4 ജന്മം കൂടി ജനിച്ചിട്ട് എഴുത്തുകാരനായിട്ട് വരേണ്ടി വരും. അപ്പോൾ അതൊക്കെ നമ്മുടെ മുമ്പിൽ നിത്യവിസ്മയങ്ങളായിട്ട് നിൽക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കുന്ന കണ്ടൻറ്റിൽ മാത്രമാണ്. പേജുകളുടെ വലുപ്പമോ അതിലിപ്പോൾ നിങ്ങൾ പറയുന്ന പോലെ 2ാം സ്ഥാനമെന്നോ 3ാം സ്ഥാനം എന്നുള്ള അംഗീകാരങ്ങളോ കാര്യങ്ങളോ ഒന്നുമല്ല. ഉള്ളടക്കം നന്നാവുക, അത് വായനക്കാരുടെ ഹൃദയവുമായിട്ട് സംവദിക്കുക, അതാണ് പ്രാഥമികമായ ലക്ഷ്യം. അതിൽ പരാജയപ്പെട്ട എഴുത്തുകാരൻ കഴിഞ്ഞു അതോടുകൂടി.
ഇനി എനിക്ക് എന്താ ക്വസ്റ്റ്യൻസ് എന്ന് വെച്ചാൽ 3 പേരെടുത്തുമായിട്ടാണ്. ഇപ്പോൾ ഇംഗ്ലീഷിലൊക്കെ ഒരുപാട് യങ് അഡൾട്ട്സിനുള്ള ബുക്സ് ഒരുപാടുള്ളതായിട്ട് കണ്ടിട്ടുണ്ട്. അപ്പോൾ മലയാളത്തിൽ ഇങ്ങനത്തെ ബുക്സ് വളരെയധികം കുറവാണ്. ഇത് നിങ്ങൾ ഒരുപാട് പേര് ഇങ്ങനെ കഥകളും എന്താ പറയുക നോവലും എഴുതുന്ന ഒരുപാട് ആൾക്കാരുണ്ടല്ലോ. അപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെയുള്ള പുസ്തകങ്ങൾ മലയാളത്തിൽ കൂടുതൽ വരാത്തത്? നിങ്ങളുടെ അഭിപ്രായം 3 പേരെടുത്തുമാണ്. യങ്സ്റ്റേഴ്സിന് വേണ്ടിയിട്ടുള്ള പുസ്തകങ്ങൾ സുസ്മേഷ് എഴുതുന്നുണ്ട്. അത് നമ്മളുടെ സജീവ പരിഗണനയിലാണ്. മറ്റേ മന്ത്രിസഭാ യോഗത്തിന് ശേഷം പറയില്ലേ, നമ്മളെ പരിഗണനയിലാണ്. സുസ്മേഷെല്ലാം എഴുതി തുടങ്ങുന്നുണ്ട്. അതാണ് അതിന് ഉത്തരം. പിന്നെ ഒരാൾ കഥ എഴുതുക, നോവൽ എഴുതുക എന്നെല്ലാം പറയുമ്പോൾ നമ്മളുടെ മനസ്സിലേക്ക് ഒരു തീം വരുന്നു. ആ തീം നമ്മളെ കൊണ്ട് എഴുതിപ്പിക്കുന്ന ഒരു മാനസിക സാഹചര്യം ഉണ്ടാവുന്നു, അതിനനുസരിച്ച് എഴുതുന്നു. ഇപ്പോൾ യങ് അഡൽട്ട്സിനെ വെച്ചുകൊണ്ടുള്ള ഒരു കഥ നമ്മുടെ മനസ്സിലേക്ക് വരികയാണെങ്കിൽ നമ്മളത് എഴുതുക തന്നെ ചെയ്യും. പക്ഷേ അത്തരത്തിലുള്ള കഥകൾ ഇപ്പോൾ വരുന്നുണ്ട്. കാരണം പുതിയ യൂത്ത്, ഇപ്പോൾ അഭിജിത്ത് അല്ലെങ്കിൽ മൃദുല്, ജിൻഷ ഗംഗ, സലാം ഷരീഫ്, ഹരികൃഷ്ണൻ, അവരൊക്കെ പുതിയ ഭാവുകത്വത്തോടു കൂടി പുതിയ കാലത്തെ ഉൾക്കൊണ്ടുകൊണ്ട് പുതിയ പിള്ളേരുടെ കഥ എഴുതുന്നുണ്ട്. പിന്നെ നമുക്കൊക്കെ തന്ത വൈബായതുകൊണ്ട് അതിന് അത്തരത്തിലുള്ള കുട്ടികളുടെ മനസ്സ് കണ്ടുപിടിക്കാനും അത് ആവിഷ്കരിക്കാനും കഴിയുമോ എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. സുസ്മേഷ് അല്ല, ഞാൻ. ദക്ഷിണ ചോദിച്ചത് ഷാജികുമാർ അത് പറഞ്ഞു. പക്ഷെ തന്തവൈബ് എന്ന് പറയുന്നത് ശരിയല്ല. CP പള്ളിപ്പുറം ഇപ്പോഴും ഷാജികുമാറിനെക്കാട്ടിലൊക്കെ അച്ഛൻ്റെ പ്രായം അല്ല ഉണ്ടായിട്ടും പുള്ളിക്ക് ഇത് എഴുതാൻ പറ്റുന്നുണ്ട്. പക്ഷേ ഈ ഞങ്ങൾ 3 പേരും ആ ഓണറിലുള്ള പുസ്തകം എഴുതാൻ പ്രാപ്തരല്ല എന്നുള്ളതാണ് നമ്മുടെ ബലഹീനതയാണ്. ചിലപ്പോൾ ഷാജികുമാർ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഈ എഴുതാനിരിക്കുമ്പോൾ നമ്മുടെ മുമ്പിൽ വരുന്ന വിഷയം, അതേപോലെ നമ്മൾ നിരൂപിച്ചുണ്ടാക്കുന്ന കഥാപാത്രങ്ങൾ, ഇതൊക്കെ മുതിർന്നവരോട് സമ്മതിക്കുന്നതാണ് എന്ന് തോന്നിയാൽ സ്വാഭാവികമായിട്ട് നമ്മൾ എഴുതി വരുമ്പോൾ അങ്ങനെ ആയിപ്പോവും. മനഃപൂർവ്വം മുതിർന്നവർക്ക് വേണ്ടി എഴുതുക, എന്നാൽ നാളെ ഒരു കുട്ടികൾക്ക് വേണ്ടി എഴുതാം, ഇങ്ങനെ തീരുമാനിച്ചുകൊണ്ടല്ല ഞാനിരിക്കുന്നത്. ഇവരും അങ്ങനെ അല്ല എന്നാണ് തോന്നുന്നത്. പക്ഷേ ചില വിഷയങ്ങൾ, ചില പ്രമേയങ്ങൾ കുട്ടികൾക്ക് വേണ്ടി കുട്ടികളോട് പറയണം, ഇത് കുട്ടികളോട് തന്നെ പറയണം, കുട്ടികൾക്ക് പാകത്തിൽ ഉള്ള ഒരു വിഷയമാണ്, കഥാപാത്രങ്ങളാണെന്ന് തോന്നിയാൽ അത് എഴുതാനും പറ്റും. അപ്പോൾ അത് ഞാൻ കുട്ടികൾക്ക് വേണ്ടി എഴുതത്തില്ല എന്ന് പറയത്തില്ല. പക്ഷേ നിലവിൽ അങ്ങനെ ഒരു തീം വന്നിട്ടില്ല. കാരണം നമ്മുടെ മുമ്പിൽ വരുന്ന വിഷയങ്ങളൊക്കെ മുതിർന്നവരെ സംബന്ധിച്ചുള്ള വിഷയങ്ങളാണ്. ക്ഷമിക്കുക, ഇനി ഇതിവിടെ മനസ്സിൽ വരും. അപ്പോൾ ചിലപ്പോൾ ഒരുപക്ഷെ എഴുതാൻ കഴിഞ്ഞേക്കും. ഷാജി എഴുതും, തന്തവൈവൊക്കെ മാറ്റി വെച്ചിട്ട് എഴുതും. ഞാൻ ദക്ഷിണയുടെ ചോദ്യത്തിന് എനിക്കൊരു വ്യത്യസ്തമായ മറുപടിയുണ്ട്. എൻ്റെ വായനയിൽ ഞാൻ വായിച്ച ഏറ്റവും മികച്ച കൃതികളിലെ കഥാപാത്രങ്ങൾ മിക്കവാറും കുട്ടികളാണ്. എൻ്റെ ഒരു ഉദാഹരണം ദസ്തോവ്സ്കി തന്നെയാണ്. ദസ്തോവ്സ്കിയുടെ രചനാലോകത്തിൽ നമ്മൾ കണ്ടിട്ടുള്ളത് മിക്കവാറും അന്നത്തെ കാലമാണ്. 250 വർഷം മുമ്പത്തെ ശരാശരി ആയുർദൈർഘ്യം എന്ന് പറയുന്ന 50 വയസ്സിൻ്റെ അടുത്താണ്. അപ്പോൾ അതുകൊണ്ട് അന്നത്തെ യുവാക്കൾ എന്ന് പറയുന്ന 20 വയസ്സുള്ളവരും ഒക്കെ അന്നത്തെ ശരിക്കും കല്യാണം കഴിക്കുന്ന പ്രായമൊക്കെ 17, 16, 17 എന്നുള്ള പ്രായമുണ്ട്. 20 വയസ്സൊക്കെ ഉള്ള ഒരാളൊരു മധ്യവയസ്കനെ പോലെയൊക്കെയാണ് നമ്മൾ കാണുന്നത്. അതുകൊണ്ട് കുട്ടികൾ അവരുടെ അരക്ഷിതാവസ്ഥ, ദാരിദ്ര്യമൊക്കെ ദസ്തോവ്സ്കിയുടെ കൃതികളിൽ കാണാം. കാരണം ഞാൻ വായിച്ച മിക്കവാറും നല്ല പുസ്തകങ്ങളുടെ പശ്ചാത്തലത്തിൽ വരുന്നത് അല്ലെങ്കിൽ പ്രമേയമായിട്ട് വരുന്ന കുട്ടികളാണ്. ഞാൻ കണ്ട മികച്ച സിനിമകൾ കുട്ടികളാണ്. ആ കുട്ടികളെക്കുറിച്ചോ അല്ലെങ്കിൽ കുട്ടികൾ കഥാപാത്രങ്ങളാവുകയോ ചെയ്യുന്നതാണ്. പ്രമേയം വളരെ മുതിർന്ന ഒന്നായിരിക്കാം, പക്ഷെ അതിൽ ഒരു കഥാപാത്രമെങ്കിലും അത് കഥ വളരുന്നത് ഒരു കുട്ടിയെ ചുറ്റിപ്പറ്റിയിട്ടോ ഒരു യുവാവിനെ ചുറ്റിപ്പറ്റിയിട്ടോ ആയിരിക്കും. അതുകൊണ്ട് എന്നെ സംബന്ധിച്ച് ഈ വിഷയം വലിയ ഭയമാണ്. എനിക്കത് എടുത്തു പൊക്കാനുള്ള ഒരു ജ്ഞാനമോ സാഹിത്യ പരിചയമോ ലോക പരിചയമോ ഉണ്ടോയെന്ന് വെച്ചാൽ ഇല്ല എന്നുള്ളതാണ് സത്യം. എന്നോട് തളിര് ബാലസാഹിത്യ മാസികയും യുറീക്കയും ഒരു കാലത്ത് നിരന്തരം കുട്ടികൾക്ക് വേണ്ടി എഴുതാൻ പറ്റുമോ എന്ന് ചോദിക്കുമായിരുന്നു. ഞാൻ 1-2 ശ്രമങ്ങൾ നടത്തി അതിലൊരു പരാജയമാണെന്ന് മനസ്സിലാക്കി ഞാൻ അത് ഒഴിവാക്കിയ ഒരാളാണ്. അത് കഴിയില്ല എന്ന് പറയാൻ കാരണം നമ്മൾ ഈ മച്വേർഡ് ലിറ്ററേച്ചർ എന്നോ അല്ലെങ്കിൽ മുതിർന്ന സാഹിത്യം എന്നൊക്കെ പറയുന്നത് എഴുതുന്നതിനേക്കാൾ ഭാരമാണ്, അല്ല ബൗദ്ധികമായ പ്രയാസമുള്ള ഒന്നാണ് കുട്ടികളുടെ ജീവിതമോ കുട്ടികൾ പശ്ചാത്തലമായിട്ടുള്ള സിനിമയോ സാഹിത്യമോ ഉണ്ടാക്കാൻ. എന്തുകൊണ്ടാണ് കേരളത്തിൽ കുട്ടികൾക്കുള്ള അവാർഡിന് ഓരോ വർഷവും മത്സരിക്കാൻ സിനിമയില്ലാത്തത്? അല്ല ഒരു പടമോ മറ്റോ വന്നിട്ട് പോകുന്നതിൻ്റെ കാര്യം എന്താ? അത് നമ്മൾ വിചാരിക്കുന്ന പോലെ എളുപ്പമല്ല. കുട്ടികളുടെ സങ്കീർണമായ മാനസിക ലോകം ആവിഷ്കരിക്കാൻ എളുപ്പമല്ല. പക്ഷേ ഹാരി പോട്ടർ കഥകൾ വെച്ചിട്ട് അതിനെ അളക്കരുത്. അതും ഹാരി പോട്ടർ മോശമാണെന്നല്ല ഞാൻ പറയുന്നത്. ഇപ്പോൾ ആലീസ് ഇൻ വണ്ടർലാൻഡ് പോലുള്ള കൃതികൾ അപ്പുറത്ത് നിൽക്കുന്നു. ഫെലൂദ കഥകൾ എഴുതിയ സത്യജിത് റേ നമ്മുടെ ഇന്ത്യയിൽ നിൽക്കുന്നു. എല്ലാ മുതിർന്ന എഴുത്തുകാരും നിങ്ങൾ ശ്രദ്ധിച്ചാൽ നോക്കൂ, ഏറ്റവും മുതിർന്ന എഴുത്തുകാർ ടാഗോർ, കാബൂളിവാല നമുക്ക് ഓർമ്മയുള്ളതാണ്. ഏറ്റവും മുതിർന്ന എഴുത്തുകാർ എപ്പോഴും അവരുടെ ഏറ്റവും മികച്ച കൃതികളിൽ
ഒരു കുട്ടിയായിരിക്കും കഥാപാത്രമായിട്ട് വന്നിട്ടുണ്ടാവുക. അത് എന്താണെന്ന് വെച്ചാൽ ആ കുട്ടികളിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ കഴിയുമ്പോഴാണ് ഒരു എഴുത്തുകാരൻ മുതിർന്ന ആളാവുക. ഞാൻ ആ മുതിർച്ചയിലേക്ക് എത്തിയിട്ടില്ല, എനിക്കതുകൊണ്ട് കഴിയില്ല. അത് പിക്കാസോ പറഞ്ഞിട്ടുണ്ട്, വരച്ച് കുട്ടിയെ പോലെ വരയ്ക്കാൻ കഴിയുമ്പോഴാണ് ഒരാൾ മികച്ച ആർട്ടിസ്റ്റ് ആവുക എന്നുള്ളത്. അതായത് അനാട്ടമിയെ തെറ്റിക്കാനുള്ള ഒരു പരിചയത്തിലേക്ക്, നാരായണേട്ടനൊക്കെ ഇവിടെ ഇരിക്കുന്നുണ്ട്, അനാട്ടമിയെ തെറ്റിക്കാനുള്ള ഒരു പരിചയത്തിലേക്ക് ഒരു ആർട്ടിസ്റ്റ് എത്തുമ്പോഴാണ് വര ലളിതമാവുന്നത്. ആ ലാളിത്യമാണ് എല്ലാ നിയമങ്ങളെയും മാറ്റിമറിച്ചുകൊണ്ട് ക്ലാസിക്കായിട്ട് മാറുന്നത്. ലിറ്ററേച്ചറിൽ ഇത് ബാധക, അത് ഭാഷയിലാണെന്ന് മാത്രം. ഏറ്റവും തെളിമയുള്ള ഭാഷയിൽ എഴുതാൻ ഏറ്റവും ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ബഷീർ എൻ്റെ കുട്ടിക്കാലത്ത് മോശം എഴുത്തുകാരനായിരുന്നു. ഞാൻ മുതിർന്നപ്പോഴാണ് കുട്ടികളുടെ ഒരു മണ്ടത്തരമാണ് വിചാരിച്ചിരുന്നത് എന്നുള്ള മനസ്സിലാവുന്നത്. കാരണം ബഷീറിനാണ് കേരളം കണ്ട, ഇന്ത്യ കണ്ട ഏറ്റവും മികച്ച എഴുത്തുകാരിൽ ഒരാൾ. അദ്ദേഹത്തിൻ്റെ സമ്പൂർണ്ണ കൃതികൾ വിറ്റുപോകണ പോലെ വേറൊരു കൃതിയും വിറ്റുപോകുന്നില്ല. അതിൻ്റെ കാരണം അദ്ദേഹം ആവിഷ്കരിച്ച ഭാഷയുടെ ലാളിത്യമാണ്. അങ്ങനെ ഒരുപാട് എഴുത്തുകാരെ പറയാൻ കഴിയും. ആ ലാളിത്യത്തിലേക്ക് എത്തുമ്പോൾ ആണ് നമ്മൾ മച്വേർഡ് ആവുന്നത്. ആ മച്യൂരിറ്റിയിൽ നിന്നുകൊണ്ടേ നമുക്ക് കുട്ടികളുടെ ലോകം കാണാൻ പറ്റുള്ളൂ. ഇപ്പോൾ ലോകപ്രശസ്തമായ ഏറ്റവും അധികം വിറ്റുപോയ ഒരു പുസ്തകമാണ് സോഫീസ് വേൾഡ്, ജസ്റ്റിൻ ഗാഡ്ഗറുടെ. സോഫീസ് വേൾഡ് എന്ന് പറയുന്ന പുസ്തകം നോവൽ അബൌട്ട് ദ ഹിസ്റ്ററി എന്നാണ് പറയുന്നത്, ഫിലോസഫി എന്നാണ് പറയുന്നത്. ഫിലോസഫി പ്രമേയമാക്കിക്കൊണ്ട് ഉണ്ടായിട്ടുള്ള നോവലാണ് സോഫീസ് വേൾഡ്. ഒരു കൊച്ചുകുട്ടിക്ക് ഫിലോസഫിയെ സംബന്ധിച്ചിട്ടുള്ള പ്രാഥമിക പാഠങ്ങൾ തൊട്ട് അതിൻ്റെ വളരെ അക്കാദമിക്കലായ ക്ലാസ്സുകൾ വരെ കൊടുക്കുന്ന അജ്ഞാതനായ ഒരു കഥാപാത്രവും വെച്ചുകൊണ്ടുള്ള ഒരു നോവലാണ്. ലോകഭാഷയിൽ ഇന്നും ജീവിച്ചിരിക്കുന്ന റൈറ്ററാണ് ഇദ്ദേഹം. ലോകഭാഷയിൽ ഏറ്റവും അധികമായിട്ട് വിറ്റഴിഞ്ഞു പോയ, തർജ്ജമ ചെയ്യപ്പെട്ടു പോയ ഒരു കൃതി. അപ്പോൾ അത് എഴുതാൻ വേണ്ടി കഴിയുന്ന, അതൊക്കെ വായിക്കുമ്പോൾ നമുക്കുണ്ടാകുന്നത് ഭയമാണ്. അത് വളരെ എളുപ്പത്തിൽ പറ്റുന്നതാണെന്നുള്ള തോന്നലല്ല.